കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 90ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായിട്ടും ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത്രത്തോളം തിരുവചനം പഠിക്കുവാനും ശ്രദ്ധിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതിന് പ്രകാരം സമർപ്പിക്കുവാനും ഒക്കെ ദൈവം ഓരോരുത്തരെയും സഹായിക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ AWI അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗ്രാജുവേഷൻ സെറമണി ആയിരുന്നു. അത് കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവര് അത് കാണുവാനായിട്ട് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും അമേരിക്കയിൽ നിന്നും എത്തിയിട്ടുണ്ട്. അതെല്ലാവർക്കും അതാത് അഡ്രസ്സിൽ അയച്ചു തരുവാനായിട്ട് ഞാൻ ഉത്സാഹിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ കൊണ്ടെത്തിക്കുവാനായിട്ടോ എല്ലാം ഒരു ബഞ്ചായിട്ട് കയ്യിലെത്തിയിട്ടുണ്ട്. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആ ഗ്രാജുവേഷൻ സെറമണിയിൽ അറ്റൻഡ് ചെയ്ത പലരും, അതിനുശേഷം ആ വീഡിയോ കാണുകയൊക്കെ ചെയ്ത പലരും ഇതുപോലെ പറയുവാനായിട്ട് ഇടയായി. ഞങ്ങൾക്കും അത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് പലരും പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഉണ്ടെങ്കിൽ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഇത് ഒരു ബൈബിൾ ക്ലാസ് പഠനമായിട്ടല്ല. ആക്ച്വലി ഈ ഒരു കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ആൾക്കാര് ഇത് ജനത്തെ പഠിപ്പിക്കുവാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ട്രെയിൻ ദ ട്രെയിനർ മാതിരിയുള്ള ഒരു കോഴ്സാണ്. ഒരു ബൈബിൾ ക്ലാസ് ആയിട്ടല്ല. ബട്ട് അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാൾക്ക് ഈ ഒരു സുവിശേഷം അറിയിക്കണം എന്ന് താല്പര്യമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും പഠിക്കുവാൻ കഴിയുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ഡിസ്പെൻസേഷണൽ സ്റ്റഡീസ്. തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ എല്ലാവരും ഉത്സാഹിപ്പിക്കുന്നു. ആ ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്ക് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുവാനായിട്ട് കഴിയും. അടുത്തത് സെപ്റ്റംബറിലേക്ക് അടുത്ത ബാച്ച് ആരംഭിക്കുവാനായിട്ടാണ് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കാം. താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള സാവകാശം സൗകര്യം അറേഞ്ച് ചെയ്യാം എന്ന് ഞാൻ കർത്താവിൽ അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ്. എന്നാൽ സ്പെസിഫിക്കലി കഴിഞ്ഞ ചില ആഴ്ചകൾ നമ്മൾ 11ാമത്തെ അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി. കാര്യം അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രമേയത്തിലാണ് നമ്മൾ കൂടുതൽ ചിന്ത കേന്ദ്രീകരിച്ചത്. അതായത് ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ അല്പം കൂടുതലായിട്ട് ചിന്തിക്കുവാനായിട്ട് ഇടയായി. ഞാൻ ഇന്ന് അതിലേക്ക് ഇനി കടക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ആവശ്യത്തിലധികം ആ വിഷയം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് 12ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 12ാമത്തെ അധ്യായം ഒരു ചെറിയ അധ്യായമാണ്. അതുകൊണ്ട് അത് നമ്മൾ ചിന്തിച്ച് തീർക്കുകയും അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ കൂടി മറുപടി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഈ ക്ലാസ് ആരും മിസ്സാക്കാതെ അവസാനം വരെ കാണുകയും ആ ചോദ്യത്തിനൂടെ മറുപടി കേൾക്കുവാനായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ട്രിനിറ്റിയും വൺനെസ്സും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് ക്രിസ്തീയ ലോകത്തിലെ ഏറ്റവും ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട്, പ്രത്യേകിച്ചും മലയാളികളുടെ ഇടയിൽ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് മാറിയിരിക്കുന്ന ഒരു വിഷയമാണ് ട്രിനിറ്റി ആൻഡ് വൺനെസ്. യേശു നാമക്കാര് എന്ന് പറഞ്ഞൊരു പുതിയ ഒരു വിശ്വാസം ക്രിസ്ത്യാനിറ്റിയിൽ തള്ളിക്കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ അല്പസമയം ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, എന്താണ് ട്രിനിറ്റി, എന്താണ് വൺനെസ്, വൺനെസിന്റെ ഉറവിടം എവിടാണ്, എന്തുകൊണ്ടാണ് ആ ഒരു ഉപദേശം ഈ കാലഘട്ടങ്ങളിൽ ഇത്ര ശക്തി പ്രാപിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുവാൻ ഞാൻ സമയം അനുവദിക്കുന്നുവെങ്കിൽ അവസാന ഭാഗത്ത് കർത്താവിൽ ആശ്രയിക്കുകയാണ്. 12ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരികയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 12ാം അധ്യായം. 12ാം അധ്യായത്തിന്റെ ഓവർവ്യൂ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 25 വാക്യങ്ങളുള്ള ഒരു അധ്യായമാണ്. അതിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഹെരോദ രാജാവ് 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ഈ യാക്കോബിനെ വധിക്കുന്നതായിട്ട്, കൊല ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇന്നർ സർക്കിളിലെ ഒരാളാണ് യാക്കോബ് എന്ന് പറയുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ആ ഇന്നർ സർക്കിൾ 3 പേര് അടങ്ങുന്ന ആ ഇന്നർ സർക്കിളിലെ ഒരാളാണ് യാക്കോബ്. ആ യാക്കോബിനെ വധിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും ഹെരോദ രാജാവ്. അതുപോലെ തന്നെ യാക്കോബിനെ വധിച്ചത് യഹൂദന്മാർക്ക് അവർക്ക് സന്തോഷമായി എന്ന് കണ്ടതുകൊണ്ട് പത്രോസിനെയും വധിക്കുവാനായിട്ട് പിടിക്കുന്ന ഭാഗമാണ് 4 മുതൽ 19 വരെ കാണുന്നത്. പത്രോസിനെയും വധിക്കുവാനായിട്ട് പിടിക്കുകയും തടവിലാക്കുകയും, എന്നാൽ അത്ഭുതകരമായിട്ട് ദൈവം പത്രോസിനെ ദൂതനെ അയച്ച് അവിടെ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നതായിട്ടാണ് 4 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്നത്. 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഹെരോദാവിന്റെ മേലുള്ള ദൈവിക ന്യായവിധി എന്താണ് എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ ആ അധ്യായം തീരുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം. പെട്ടെന്ന് ആ കാര്യം ചിന്തിച്ചതിന് ശേഷം അല്പം കൂടുതൽ സമയം ആ വൺനെസ് എന്നുള്ള ഉപദേശം എന്താണ് എന്നുള്ളതിൽ ചിലവഴിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാലും ഈ വാക്യങ്ങൾക്കും ഈ അധ്യായങ്ങൾക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ.
ചില ടേക്ക് അവേ ഈ അധ്യായത്തിലുമുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിലേക്ക് തന്നെ വരികയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയിരുന്നു. ഇവിടെ ഞാനൊന്ന് നിർത്തി ആ വിഷയം ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹെരോദ രാജാവ് ഈ യാക്കോബിനെ കൊല ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഈ യാക്കോബ് എന്ന് പറയുന്നത് കർത്താവിന്റെ സഹോദരനായ, അല്ലെങ്കിൽ യാക്കോബിന്റെ ലേഖനം എഴുതിയ യാക്കോബ് അല്ല, മറിച്ച് സെബദി മക്കളിലെ ഒരാളായ യാക്കോബ്, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെയാണ് ഇവിടെ കൊല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നർ സർക്കിളിൽ ഒരാളായ യാക്കോബിനെയാണ് ഇവിടെ കൊല ചെയ്യുന്നത്. ഹെരോദ രാജാവാണ് യാക്കോബിനെ വധിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്കെതിരായിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ എന്താ പറയുന്ന ഒരു പ്രക്ഷോഭം ഉയർന്നിരിക്കുകയാണ്. അവർക്ക് സ്തെഫാനോസിനെ കൊന്നതിൽ തന്നെ ഒരു വലിയ റായട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷവും ഇവര് വളരെ ശക്തി പ്രാപിക്കുന്നു. ഈ ഒരു മാർഗം ഇല്ലാതാക്കണം, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടി അത് തീർന്നു പോകും, അത് നിന്നു പോകും എന്ന് അവർ ആഗ്രഹിച്ചുവെങ്കിലും 12 ശിഷ്യന്മാര് വളരെ ശക്തിയോട്, പൂർവാധികം ശക്തിയോട് അത് വളരുവാനായിട്ട് ഇടയായി. അനേകരിലേക്ക് അത് പകരുവാനും ആയിരങ്ങൾ അതിലേക്ക് വരുവാനും ഇടയായി. അത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് അവർക്കത് താങ്ങുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയാത്തവണ്ണം അവരെ അത് ചൊടിപ്പിച്ചുകൊണ്ട് ഇരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർഗം ഇല്ലായ്മ ചെയ്യുവാൻ എന്ത് ചെയ്യണം എന്ന് അവർ ആഗ്രഹിച്ചും അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ സന്തോഷത്തിനായിട്ട്, അവരെ പ്രസാദിപ്പിക്കുവാനായിട്ട് ഹെരോദ രാജാവ് അതിൽ തലവന്മാരിൽ ഒരാളായ യാക്കോബിനെ പിടിച്ച് കൊല ചെയ്യുകയാണ്. ആരാണ് ഈ ഹെരോദ് എന്നുള്ളതിൽ ഒരല്പം കാര്യം ഞാൻ പെട്ടെന്നൊന്ന് ഓർപ്പിക്കാം. ഈ ഹെരോദ രാജാവ് എന്ന് പറയുന്നത് അവിടുത്തെ നാട് വാഴുന്ന രാജാവാണ്, യഹൂദിയ നാട് വാഴുന്ന രാജാവാണ്. അദ്ദേഹം രാജാവായിട്ട് ഇരിക്കുന്നെങ്കിലും അവിടുത്തെ പ്രധാന അധികാരി, പരമാധികാരം റോമൻ കൈസർക്കാണ്. റോമിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, റോമൻ കൈസറാണ്. എന്നാൽ അദ്ദേഹം റോമൻ കൈസർ ഓരോ രാജ്യങ്ങളിലും ആക്കിയിരിക്കുന്ന ഗവർണറുകളുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പ്രോ കൗൺസിൽസ്. അങ്ങനെ ഈ ദേശത്തും ഓരോ കൗൺസിൽ അല്ലെങ്കിൽ ഗവർണേഴ്സിനെ ആക്കിയിട്ടുണ്ട്. അവരാണ് ആ ദേശത്തിന്റെ മേലധികാരികൾ. അവർ മേലധികാരിയായി ഇരുന്ന് അവിടെ ഭരിക്കാനുള്ളതേ ഉള്ളൂ. എന്നിരുന്നാലും ചില പൊളിറ്റിക്കൽ റീസൺസ് കാരണം ഇദൂമ്യ വംശജരായ ഈ ഹെരോദാവിന്റെ കുടുംബക്കാരെ രാജാവായിട്ട് കാലങ്ങളായിട്ട്, അതായത് റോമൻ ഭരണം ഈ ദേശത്തേക്ക് ആരംഭിച്ചപ്പോഴേ, റോം ഈ യഹൂദിയ നാട് പിടിച്ചപ്പോൾ മുതലേ ഹെരോദാവിന്റെ കുടുംബത്തിന് അവർ രാജഭരണം കൊടുത്തിട്ടുണ്ട്. അവർ കാലാകാലങ്ങളായിട്ട് ഭരിച്ചു വരികയാണ്. അവർ ഭരിച്ചു വരുന്നുവെങ്കിലും അവരുടെ മേലെയാണ് ഗവർണറുടെ അധികാരം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാം കർത്താവിനെ പിലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവരാൻ കാര്യം, ഗവർണർ വിധിക്കാൻ കാരണമൊക്കെ ആ ഒരു പരമാധികാരമുള്ളത് ഗവർണർക്കാണ്. എന്നിരുന്നാലും ഇവർക്കും ന്യായമായ അധികാരമുണ്ട്. പലപ്പോഴും നമുക്ക് സംശയം തോന്നുമാറ് ഇതിൽ ആർക്കാണ് അധികാരം കൂടുതൽ എന്ന് നമുക്ക് തോന്നുമാറ് ആ ഒരു അധികാരം അവർക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഹെരോദാവാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ ജനിക്കുന്ന സമയത്തെ രാജാവായിരുന്ന ഹെരോദാവ്. അദ്ദേഹം വളരെ ക്രൂരനായ, നിഷ്ഠൂരനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹമാണ് 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും കൊന്നുകളയണം എന്നുള്ള ഒറ്റ രാത്രി കൊണ്ട് ഓർഡർ ഇടുകയും ആ ദേശം മുഴുവൻ ഉണ്ടായിരുന്ന 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയും ഒക്കെ ചെയ്ത വളരെ നീചനായ ഒരു രാജാവാണ് ഈ ഹെരോദാവ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കാലത്താണ് കർത്താവ് ലോകത്തിൽ അവതരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ശേഷം ഇദ്ദേഹത്തിന് 4 മക്കളാണ്. അതിലെ ഒരാളാണ് ഏകദേശം AD 30 യോഹന്നാൻ സ്നാപകനെ വധിക്കുന്നത്. യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടി താലത്തിൽ തന്റെ ഭാര്യ ഹെരോദിയായിക്ക് സമ്മാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരുമായിട്ടുള്ള അവിഹിത ബന്ധം യോഹന്നാൻ സ്നാപകൻ വെളിപ്പെടുത്തിയതിന്റെ പേരിലാണ് ആ ഹെരോദാവ്, അതായത് ഹെരോദാവിന്റെ മകനാണ് അദ്ദേഹം ആ കുലപാതകമൊക്കെ യോഹന്നാൻ സ്നാപകനെ കൊല ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഹെരോദാവ്, അതായത് ഈ യാക്കോബിനെ കൊല്ലുന്ന ഹെരോദാവ് എന്ന് പറയുന്നത് ആ ചെറുമകനാണ്. അതായത് ഹെരോദ് അഗ്രിപ്പ ഒന്നാമൻ വേണമെങ്കിൽ പറയാം. അഗ്രിപ്പ രാജാവാണ്, ഒന്നാമനായിരിക്കുന്ന അഗ്രിപ്പ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ ഈ സമയത്ത് നാട് വാഴുന്നതും. അദ്ദേഹമാണ് ഈ യാക്കോബിനെ കൊല്ലുവാനായിട്ടുള്ള ഓർഡർ ഇടുന്നത്. ഇതിനുശേഷം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 25, 26 ഒക്കെ പഠിക്കുമ്പോൾ പൗലോസിനെ വിസ്തരിക്കുവാനായിട്ട് ഫെസ്തോസിന്റെ അടുക്കൽ, അതായത് കൈസരിയയിലെ ജയിലിലായിരിക്കുമ്പോൾ അവിടെ ഒരു അഗ്രിപ്പ വരുന്നുണ്ട്. അത് അഗ്രിപ്പ രണ്ടാമനാണ്. അദ്ദേഹം പൗലോസിന്റെ പ്രസംഗം കേൾക്കുകയും, നീ എന്നെ ക്രിസ്ത്യാനിയാക്കുവാൻ ശ്രമിക്കുന്നു
എന്നൊക്കെ പൗലോസിനോട് പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇതെല്ലാം ഈ ഹെരോദ രാജവംശം തന്നെയാണ്. അതിന്റെ അന്തിപ്പാസ്, ഹെരോദ ദ ഗ്രേറ്റ്, പിന്നെ ഹെരോദ അന്തിപ്പാസ്, ഹെരോദ അഗ്രിപ്പ എന്നൊക്കെ പറയുന്ന ഒരു ഹൈറാർക്കിയാണ്. അവരുടെ കുടുംബമായിട്ട് അവർ ആ നാട് വാണിരുന്ന രാജാക്കന്മാരാണ്. അതിൽ മൂന്നാമനായ ആ ഒരു രാജാവാണ് യാക്കോബിനെ വധിക്കുന്നതെന്ന് മാത്രം നിങ്ങളുടെ അറിവിനായിട്ട് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഇവിടെ 12-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനായിട്ട് കൈനീട്ടി പന്തിരുവരിൽ പ്രധാനിയായിരുന്ന യാക്കോബിനെ കൊല ചെയ്യുവാനായിട്ട് ഇടയായി. ഇവിടുന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാക്കോബിനെ കൊല ചെയ്യുക, അവര് ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും അവരിൽ കൂടെ നടക്കുക, ഈ മലയോട് ഇവിടുന്ന് ചാടിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാടിപ്പോകും, അതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ലോകം മുഴുവനും പോയി എന്റെ സാക്ഷികളായി തീരുവാനൊക്കെ ദൈവിക കൽപ്പന കൊടുത്തിരിക്കുന്ന 12 ശിഷ്യന്മാരിൽ പ്രധാനിയായ 3 പേരിൽ ഒരാള് അദ്ദേഹം മരിച്ചു പോവുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊല ചെയ്യുക, ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കൊന്നുകളയുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ടത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പസ്റ്റോലിക് കിങ്ഡം അതോറിറ്റി ഇസ് ഡിമിനിഷിങ് എന്നുള്ളതിന്റെ അടുത്ത ഒരു വലിയ ഉദാഹരണമാണ്. ആ അപ്പസ്റ്റോലിക് അധികാരം അത് ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുക. കർത്താവ് അവരുടെ കാലഘട്ടത്തിൽ തന്നെ മടങ്ങി വരണം. ഇവര് 12 പേരും അതിന് 12 സിംഹാസനത്തിൽ വരുന്ന 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കണം. ഇവരുടെ കാലഘട്ടത്തിൽ തന്നെ ഇവരൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് കർത്താവ് പറയുന്നത്, ഇതിൽ പലരും നിങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് മടങ്ങി വരും. അങ്ങനെ അപ്പസ്തോലിക അധികാരമുള്ള അപ്പോസ്തലന്മാരിൽ പ്രധാനിയായ ഒരാൾ മരിച്ചു പോവുക, അല്ലെന്നുണ്ടെങ്കിൽ കൊന്നുകളയുക. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആ അപ്പോസ്തോലിക് അതോറിറ്റി, ആ കിങ്ഡം അതോറിറ്റി അത് ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് ഡിമിനിഷ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അത് യഹൂദിയയിൽ നിന്നും യെരുശലേമിൽ നിന്നും ആ അധികാരവും ആ ദൈവിക തേജസ്സും അവിടെ നിന്നും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം ദൈവത്തിന്റെ കാര്യപരിപാടികൾ, ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് സ്ലോലി ഡിമിനിഷ്ഡ് ഓഫ് ആയി പോവുകയും ആ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതി റിവീൽ ആവുകയും വെളിപ്പെടുകയും ചെയ്യുകയാണ്. ഇവിടെ ഇതിന്റെ 3-ാമത്തെ വാക്യം കണ്ടോ? 2-ാമത്തെ വാക്യം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അത് യഹൂദന്മാർക്ക് പ്രസാദമായി. എന്താ ഈ പറയുന്നത്? യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹൂദന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് യഹൂദന്മാരുടെ രാജാവായിട്ട് ദൈവം മനുഷ്യനായിട്ട് യഹൂദന്മാരുടെ ഇടയിൽ പിറന്ന് ആ സുവിശേഷം അറിയിച്ച് പരിശുദ്ധാത്മാവിനെ പകർന്ന് അവരെ വീണ്ടെടുക്കുകയും അവരെ റെസ്റ്റോർ ചെയ്യുന്ന പദ്ധതിയും നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ അവർ അന്ന് മുതലേ, കർത്താവിനെ ക്രൂശിച്ചപ്പോൾ മുതലേ ദൈവത്തിന് എതിരായിരിക്കുക, 12 അപ്പോസ്തലന്മാർക്ക് എതിരായിരിക്കുക, ഈ മാർഗത്തിനും ഈ സഭ ശക്തി പ്രാപിച്ച് അവരുടെ കൂടിവരവുകൾക്കും ഒക്കെ എതിരായിരിക്കുക. അവർക്ക് പ്രസാദമായി എന്ത്? യാക്കോബിനെ തല വെട്ടി കൊന്നുകളഞ്ഞത്, കഴുത്ത് വെട്ടി കൊന്നുകളഞ്ഞത് യഹൂദിന് പ്രസാദമായി. അവരിൽ ഒരാളാണ്. അത് കൊന്നുകളയുന്നത് ഇദൂമ്യനായ ഇഡുമൈറ്റ്സ്, അല്ലെന്നുണ്ടെങ്കിൽ യേശാവിന്റെ സന്തതി പരമ്പരയാണ് ഈ ഹെരോദ രാജാക്കന്മാർ എന്ന് പറയുന്നത്. ആ യഹൂദനെ അവരുടെ സുവിശേഷം പ്രസംഗിച്ചതിന് കൊന്നുകളഞ്ഞത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് പറയുമ്പോൾ ഇവരാരും തന്നെ ഒരു മനസ്താപം ഉണ്ടായിട്ട് അവരുടെ ആ ഒറിജിനൽ കോളിങ്ങിലേക്ക് വരുന്നില്ല. ആ ഒരു മഹാപുരോഹിത വർഗം, പൗരോഹിതര്, അല്ലെന്നുണ്ടെങ്കിൽ ആ യഹൂദിയ നേതാക്കന്മാര്, അവർക്കൊക്കെ ഈ യാക്കോബിനെ കൊന്നുകളഞ്ഞതിൽ വളരെ സന്തോഷമായി. അവര് വളരെ ആഹ്ലാദിച്ച് ആ ഒരു മരണം ആഘോഷിക്കുമ്പോൾ അത് അവർക്ക് പ്രസാദമായി എന്ന് കണ്ടിട്ട്, എന്നാൽ അതിനെ അല്പം കൂടെ കാര്യമായിട്ട് അവരെ സന്തോഷിപ്പിക്കാമെന്ന് കരുതി പത്രോസിനെ കൂടെ പിടിക്കുകയാണ്. പത്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ലീഡറാണ് അവരുടെ. അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഈ വിഷയങ്ങളിൽ മുന്നിൽ നിന്നിട്ടുള്ളത് പത്രോസാണ്. ഇതിനു മുൻപ് നടന്ന പല കേസുകളിലും പത്രോസും യോഹന്നാനും കൂടെ ഉള്ളതിലൊക്കെ അവരെ പിടിച്ചു കഴിയുമ്പോൾ സംസാരിക്കുന്ന അവരുടെ ആ എന്താ പറയുന്നത്, ആ ഒരു സ്പോക്സ് പേഴ്സൺ പത്രോസാണ്. മഹാപുരോഹിതന്റെ മുഖത്ത് നോക്കി പറയുന്നത് പത്രോസാണ്. അതുകൊണ്ട് പത്രോസിനെ കൂടെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ സന്തോഷമാകും എന്ന് കരുതി പത്രോസിനെ കൂടെ പിടിച്ചിരിക്കുകയാണ്. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവർ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. ഇവര് കണ്ടില്ലേ, പുളിപ്പില്ലാത്ത അപ്പവും പെരുന്നാളും തിരുനാളും ഇതിനൊന്നും ഒരു കുറവുമില്ല. കാര്യങ്ങളെല്ലാം മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിട്ട് പുറകോട്ട് മാറിപ്പോയി. ചടങ്ങുകളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷെ ഉണ്ടെങ്കിൽ എന്താണ് ദൈവിക ഉദ്ദേശം എന്നിവിടെ മനസ്സിലാക്കുന്നില്ല. പെസഹ പെരുന്നാളിന്റെ ദിനങ്ങളാ. അവിടെ പത്രോസിനെ പിടിച്ചിരിക്കുക. ജനം മുഴുവനും, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ജനം യെരുശലേമിൽ എത്തിയിരിക്കുക. കാര്യം ഈ പെരുന്നാൾ, പെസഹ പെരുന്നാളിനോടനുബന്ധിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും ആദ്യഫലക്കറ്റയുടെ പെരുന്നാളും കൂടെ നടക്കുന്ന ഒരു വലിയ ഉത്സവമാണ്. ഇതിന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള യഹൂദന്മാര് യെരുശലേമിൽ എത്തണം. അങ്ങനെ അവരിവിടെ എത്തിയിരിക്കുകയാണ്.
എന്നാൽ ഇവർ ആ വാസ്തവം മനസ്സിലാക്കുന്നില്ല. ഇന്ന് ഇതുപോലെ തന്നെ നമ്മൾ ഈ സത്യം പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ സത്യം എന്താണ്, അതിന്റെ ആ മഹത്വവും വാസ്തവവും എന്താണെന്ന് ജനം മനസ്സിലാക്കാതെ ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും പിതൃ സമ്പ്രദായങ്ങളുടെയും ഒക്കെ പുറകെ പോയിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഇതേ ഒരു സെയിം ഇൻസ്റ്റൻസ് ഇവിടെ നടക്കുന്നത്. ആക്ച്വലി അവരുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അവിടെ ഒരു പെസഹ പെരുന്നാളിന്റെ ആവശ്യമില്ല. എന്തിനു വേണ്ടി പെസഹ പെരുന്നാൾ അവർ ആചരിച്ചിരുന്നോ ആ പെസഹ കുഞ്ഞാട് ഇവിടെ അറുക്കപ്പെട്ടിരിക്കുക. കർത്താവ് പറയുക, ഇതെന്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ വരവ് വരെ ആ ഒരു തിരുവത്താഴ് ശുശ്രൂഷ ആചരിക്കുവാനൊക്കെ അവരെ കൽപ്പിച്ചാക്കിയിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ ചെയ്തു വന്നിരുന്ന പോലെ അവർ ആ ഒരു പെസഹ പെരുന്നാള് ഇവിടെ ആഘോഷിക്കേണ്ട ആവശ്യമില്ല. ഇതേ കാരണം പോലെ തന്നെ ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വാസ്തവം എന്താണെന്ന് അറിയാതെ പിതൃ സമ്പ്രദായങ്ങളുടെ പുറകെ ഓരോരോ കാര്യങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക. കാണുമ്പോൾ നമുക്ക് വളരെ ദൈവികമാണ്, വളരെ ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിൽ എന്താണ് തെറ്റെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എന്നുണ്ടെങ്കിൽ ദൈവം ഇവിടെ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന മാർഗങ്ങളും ദൈവം നമ്മളെ കൈപിടിച്ച ഒരു പുതിയ റെവലേഷൻ നമുക്ക് തന്ന് ഒരു പുതിയ മാർഗത്തിലേക്ക് നമ്മളെ ആക്കിയ വിവരങ്ങളോ അല്ലെങ്കിൽ നാം ഫോളോ ചെയ്യേണ്ടത് എന്താണെന്നോ നമ്മുടെ വിളി എന്താണ്, നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണെന്നോ ഒന്നും നമ്മൾ വാസ്തവമായിട്ട് മനസ്സിലാകാതെ തെറ്റായ ഉപദേശങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കുന്ന പോലെ തന്നെയാണ്. ഇവര് പെസഹ ആചരിക്കുന്നത് പോലെ തന്നെ ഇത് നമ്മുടെ ഇടയിലും പെസഹ ആചരിക്കുന്നുണ്ട്. പെസഹ പെരുന്നാളൊക്കെ വളരെ കാര്യമായിട്ട് നമ്മളും ആചരിക്കുന്നുണ്ട്. അതിലെന്താണ് തെറ്റ്, പെസഹ അല്ല ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതൊക്കെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇതെല്ലാം നമുക്കൊരു ഉപദേശമായിട്ടോ നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ആരാധന ഭാഗമായിട്ടോ ഒന്നും ചേർക്കുവാനായിട്ട് കഴിയത്തില്ല. ആദ്യ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇങ്ങനൊന്നും ഒരു ആചാരമേ ഇല്ലായിരുന്നു. നമ്മൾ ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ കാണുന്ന ഈ ഒരു ആഘോഷങ്ങളും ആദ്യകാലങ്ങളിൽ ഇല്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ ക്രിസ്മസ് ആകട്ടെ, ഈസ്റ്റർ ആകട്ടെ, പെരുന്നാൾ, തിരുനാൾ, ഇങ്ങനെയുള്ള ഒരു സംഗതികളും ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് റോമൻ പാഗൻ ഉപദേശങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ കടക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, പല ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ, അതിലൊരു പ്രധാന ദുരുപദേശമായിരുന്നു പാഗനിസം എന്ന് പറയുന്നത്. ആ ഒരു പാഗനിസം ക്രിസ്ത്യാനിറ്റിയിലായിട്ട് കടക്കുകയും ക്രിസ്ത്യാനിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അന്ന് ആ ക്രിസ്ത്യാനിറ്റി എന്ന് അറിയപ്പെടുന്ന ആ ഒരു ഉപദേശം അവര് ജാതീയ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുവാനും അവരുടെ ആരാധനകളും പെരുന്നാളുകളും അവരുടെ രീതികളും ഒക്കെ നമ്മൾ സമ്മതിക്കുവാനും അത് നമ്മളിലേക്ക് എടുക്കുവാനും അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റി ജാതിയുമായിട്ട് ഇടകലരുവാനായിട്ടും ആ ഒത്തിരി കാര്യങ്ങൾ ഇതിലേക്ക് കടക്കുവാനായിട്ടും ഇടയായി തീർന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ എല്ലാ ഹിസ്റ്ററി ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഉപദേശങ്ങളുടെയും ഹിസ്റ്ററി ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാബിലോണിൽ ചെന്ന് നിൽക്കും. കാര്യം ഇതെല്ലാം ബാബിലോന്യ ഉപദേശത്തിൽ നിന്നും മതത്തിൽ നിന്നും വന്നിട്ടുള്ള റോമൻ പാഗൻ ഉപദേശങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഇവർ ഈ ആഘോഷിക്കുന്ന പെസഹ, ഇതിനെ നമ്മൾ ഈസ്റ്റർ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നുണ്ട്. ഈ ഈസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അസ്റ്റാർട്ടി അല്ലെന്നുണ്ടെങ്കിൽ അസ്തോരേത്ത് ദേവി അവര് ജനിച്ച അവരുടെ ഒരു വലിയ ആഘോഷം, അവരുടെ ഒരു വലിയ ഉത്സവമായിരുന്നു. ഈ അസീറിയ അല്ലെന്നുണ്ടെങ്കിൽ സിറിയ, ക്രിസ്ത്യാനിറ്റി ആരംഭിച്ച ആ ഒരു സ്ഥലം, അസീറിയ, ഈജിപ്റ്റ്, ആ സ്ഥലങ്ങളിലുള്ളവരെല്ലാം വിശ്വസിച്ചിരുന്നത് ആകാശത്ത് നിന്ന് ഒരു വലിയ മുട്ട യൂഫ്രട്ടീസ് നദിയിൽ വീണെന്നും ആ യൂഫ്രട്ടീസ് നദിയിലെ മീനുകൾ അതിനെ ഉരുട്ടി കരയിൽ കൊണ്ടെത്തിച്ചെന്നും ആ കരയിലെത്തിയ മുട്ടയുടെ മുകളിൽ പ്രാക്കൾ പൊരുന്നയിരുന്നുവെന്നും അങ്ങനെ ആ മുട്ടയിൽ നിന്നും ആ മുട്ട വിരിഞ്ഞ് അതിൽ നിന്നും വീനസ് എന്ന് പറയുന്ന, വീനസിന്റെ വേറൊരു പേരാണ് അസ്റ്റാർട്ടി, വീനസ് പുറത്തു വന്നുവെന്നുമാണ് അവരുടെ ഐതിഹ്യം. അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. ഈ വീനസിനെ, ഈ അസ്റ്റാർട്ടിയാണ് അസ്തോരേത്ത് എന്ന് പറയുന്നത്. ഇവരുടെ ജന്മദിനമായിട്ടും ഇവർ അങ്ങനെ ജനിച്ച ഒരു സമയമായിട്ടും കണ്ടിരുന്ന ഒരു ഉത്സവമാണ് ഈ അസ്റ്റാർട്ടിയുടെ ഉത്സവം. അതിനെയാണ് പിന്നീട് ഈസ്റ്റർ എന്ന പേരിലായി തീർന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈസ്റ്റർ മുട്ട കാണുന്നത്. ഈസ്റ്ററിലെ കളർ അടിച്ച മുട്ട നിങ്ങൾ കാണാം. എല്ലായിടത്തും ഈസ്റ്ററിന്റെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് മുട്ടയാണ്. നിറച്ച് മുട്ട കളർ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ ഉത്സവവും മുട്ടകൾ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കുന്നൊക്കെ കാണാം. ഈ മുട്ടയും കർത്താവ് ക്രൂശിതനുമായിട്ട് എന്ത് കണക്ഷനാവുള്ളൂ? നമ്മൾ അല്പം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ കളർ അടിച്ച മുട്ടയും കർത്താവിന്റെ ക്രൂശീകരണവുമായിട്ട് എന്ത് ബന്ധമാവുള്ളത്. ഇതിനെല്ലാം ചായം ചേർത്ത് കളർ പുരട്ടി ക്രിസ്ത്യാനിറ്റി ആക്കി മാറ്റിയിരിക്കുക. ഇതെല്ലാം ആ ഉത്സവങ്ങളെല്ലാം ജാതീയ ഉപദേശങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ കടന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കയറി കൂടിയ ഉപദേശങ്ങളാണ് ഇതെല്ലാം. അസ്തോരേത്ത് ദേവിയുടെ ആരാധനയായി കളർ മുട്ടയുടെ ആരാധന, അല്ലെങ്കിൽ ഈസ്റ്റർ അസ്റ്റാർട്ടിയുടെ ആരാധനയാണ്. അങ്ങനെ നമ്മളും ഇതെല്ലാം ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നു. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം ഒരു ഉത്സവം, ആകെ മൊത്തത്തിലൊരു രസം, ഒരു സന്തോഷം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സത്യം എവിടെ കിടക്കുന്നു? നമ്മുടെ വിളി എന്താണ്, നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്താണെന്നൊന്നും മനസ്സിലാക്കാതാണ്
നമ്മൾ ഈ ഓളത്തിനനുസരിച്ച് പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൂട്ടത്തിൽ പാടുക, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടത്തിൽ തുഴയുക, ഇങ്ങനെ പോവുക. ഒരു ദിവസം നമ്മൾ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടതായിട്ട് വരും. ഒരു ദിവസം നാം കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും. ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകല്ല. നമുക്ക് കാശും ആരോഗ്യവും ബലവും ഒക്കെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിട്ട് വരും. ഇതിനൊക്കെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകല്ല. ഞാൻ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സന്ദർഭവശാൽ അത് ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പെസഹ പെരുന്നാൾ നടക്കുകയാണ്. യഹൂദന്മാർക്ക് വളരെ പ്രസാദമായിരിക്കുക ദൈവത്തിന്റെ ദാസന്മാരെ. ആരാ യാക്കോബും യോഹന്നാനും പത്രോസും ഒക്കെ? ദൈവം തെരഞ്ഞെടുത്ത, ദൈവം മനുഷ്യനായിട്ട് ലോകത്തിൽ അവതരിച്ചിട്ട് ദൈവം തിരഞ്ഞെടുത്ത് കൂടെ കൊണ്ട് നടന്ന് ദൈവിക ഉപദേശം പറഞ്ഞു കൊടുത്ത് ആ അടുത്ത അവരെ എങ്ങോട്ട് നയിക്കണം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന ലീഡേഴ്സ് ആണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പകർന്നിരിക്കുന്ന ലീഡേഴ്സ് ആണ്. അവരെ കൊല ചെയ്തത് യഹൂദന്മാർക്ക് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ യഹൂദിയർ എത്രമാത്രം ഈ ഒരു സത്യത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു എന്ന് ചിന്തിക്കുവാനും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇതേ സംഗതി യഹൂദൻ എന്തോ നടന്നു എന്നുള്ള രീതിയിൽ ഒരു ഫുട്ബോൾ കമന്ററി കേൾക്കുന്ന മാതിരി നമ്മൾ കേൾക്കാതെ ഇത് എങ്ങനെ നമുക്ക് ബാധകമായിരിക്കും? ദൈവവചനത്തിൽ നിന്നും ഈ കാലഘട്ടത്തിൽ ദൈവം തുറന്നിരിക്കുന്ന ദൈവിക പദ്ധതി എന്താണ്? ആം ഐ ഇൻ ദ റൈറ്റ് റൂട്ട്? ഞാൻ ഫോളോ ചെയ്യുന്നത് കറക്റ്റ് മാർഗത്തിലാണോ ഞാൻ ആയിരിക്കുന്നത്? വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ? കർത്താവെ, എന്നെ ശാശ്വത മാർഗത്തിലേക്ക് നടത്തണമേ എന്നുള്ളൊരു ആത്മാർത്ഥ സമർപ്പണത്തോടെ വേണം വചനത്തെ ധ്യാനിക്കുവാനും പഠിക്കുവാനും. നമ്മൾ കുറെ അറിവ് സമ്പാദിക്കുന്നവരായിട്ടല്ല, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ, സംഗതിയില്ലാത്ത വേലക്കാരായി ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽപ്പാൻ ശ്രമിക്കുക എന്ന് പൗലോസ് അപ്പോസ്തലനോട് നമ്മളെ അറിയിച്ചത് നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുക. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. ഇവിടെ പത്രോസ് അപ്പോസ്തലനെ കൊല ചെയ്യുവാനായിട്ട് പിടിച്ചിരിക്കുകയാണ്. 4-ാമത്തെ വാക്യം മുതൽ ഞാൻ താപ്പോട്ട് 19 വരെയുള്ള വാക്യങ്ങൾ ഈ വിഷയമാണ്. പത്രോസിന്റെ വിടുതലും പത്രോസിനെ പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളുമാണ്. ഞാൻ അതൊന്ന് ചേർന്ന് വായിക്കാം. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി. പത്രോസിനെ തടവിലാക്കിയിരിക്കുക. അവനെ കാപ്പാൻ 14 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. 16 പേര്, അതായത് അതൊരു റോമൻ രീതിയാണ്. ഇവര് ഒരാളെ കാവൽ ഏൽപ്പിക്കുന്ന 2 പേര് ഇടത്തും വലത്തും നിൽക്കും, 2 പേര് വാതിൽ കാത്തുകൊണ്ട് നിൽക്കും. അങ്ങനെയാണ് ഇവരുടെ ഒരു രീതി. അങ്ങനെ 4 റെജിമെന്റിനെ ഏൽപ്പിച്ചേക്കുന്നത് പത്രോസിനെ കാക്കാനായിട്ട്. അവനെ കാപ്പാൻ 14 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. കാര്യം അതുപോലെ ഫുള്ളി എന്താ പറയുന്നത്, ജനമുണ്ട്, അതുപോലെ കരുതലുകളുണ്ട്. യെരുശലേമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് പോകാൻ പാടില്ല. പെസഹ പെരുന്നാളാണ്. മണ്ണ് നുള്ളിയിട്ട താഴത്തിൽ യെരുശലേമിൽ. അതുപോലെ ജനം എത്തിയിരിക്കുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. അതുകൊണ്ട് ഭയങ്കര സെക്യൂർ ആയിരിക്കണം. അതിനുവേണ്ടി 14 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചിരിക്കുക. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നമുക്കപ്പോൾ തോന്നാം, പത്രോസിനെ ജയിലിലാക്കി കഴിഞ്ഞപ്പോൾ സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു വന്നു. ഇതിനു മുമ്പ് യാക്കോബിനെ ജയിലിലാക്കിയിരുന്നു, എന്നിട്ട് യാക്കോബിന്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. അവിടെ സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചില്ലേ? അവിടെ ദൈവം എന്താണ് വിടുതൽ അയക്കാഞ്ഞത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഞാൻ അതിലേക്ക് വരികയാണ്. അടുത്ത ഭാഗം, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ, ഈ പെസഹ പെരുന്നാളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഹെരോദാവ് പത്രോസിനെ അവന്റെ മുമ്പിൽ, ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. ഫുൾ സെറ്റപ്പാണ്. ഇടതും വലതും ആളുണ്ട്. ചെയിനും കാരാഗ്രഹവും കാര്യങ്ങളും ഒക്കെയാണ്. എന്നിരുന്നാലും ആള് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. പത്രോസിന് ഇന്ന് നാളെ വധിക്കാനിരിക്കുക, എക്സിക്യൂട്ട് ചെയ്യാണ് നാളെ. പക്ഷെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക. യാതൊരു ചിന്തയുമില്ല, യാതൊരു ബോധറേഷനുമില്ല. ഇങ്ങനെ പത്രോസിന് ഇതിനെക്കുറിച്ചൊരു പേടി ഇല്ലാത്തതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വേദപണ്ഡിതൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഞാനൊരു വാക്യം ഒന്ന് കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ന്റെ 18-ാമത്തെ വാക്യം ഞാനൊന്ന് കാണിക്കാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഇത് കണ്ടില്ലേ? ഈ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പത്രോസിനോട് കർത്താവ് പറയുക, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നീ വയസ്സനായ ശേഷം നിന്റെ അരകെട്ടാൻ വേറൊരാളുണ്ടാകും, നിന്നെ കൈക്ക് പിടിച്ച് നടത്തും. അപ്പോൾ ഇദ്ദേഹം വയസ്സനായ ശേഷമേ മരിക്കൂ എന്ന് പത്രോസിന് ഓൾറെഡി അറിയാമായിരുന്നു. ഈ പിടിച്ചിരിക്കുന്ന സമയത്ത്
പത്രോസ് കൂടി വന്നാൽ ഒരു 40 വയസ്സിന്റെ റേഞ്ചിലായിട്ടേ ഉള്ളൂ. താൻ വയസ്സ് ചെന്നതിന് ശേഷമേ മരിക്കൂ എന്ന് ഹൃദയത്തിൽ ആത്മാർത്ഥമായ ഒരു വിശ്വാസം കർത്താവ് പറഞ്ഞതിൽ നിന്നും തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പത്രോസ് വളരെ സുഖമായിട്ട് കൂളായിട്ട് കിടന്നുറങ്ങിയാണ്. യാതൊരു പ്രശ്നങ്ങളുമില്ല. പിറ്റേ ദിവസം കൊല്ലാനായിട്ട് കൊണ്ടുപോവുകയാണെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ലാതെ സുഖമായിട്ട് കിടന്നുറങ്ങിയാണ്. 7-ാമത്തെ വാക്യം, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ഇവിടെ നമുക്ക് കാണാം കർത്താവിന്റെ ദൂതൻ സുഖമായിട്ട് കിടന്നുറങ്ങിയാണ് പത്രോസ്. കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ഈ ദൂതന്മാരൊക്കെ പ്രത്യക്ഷനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഒരു 10,000-20,000-50,000 വാട്ടിന്റെ ബൾബ് നമ്മുടെ മുന്നിൽ കത്തിച്ചു വെച്ചത് മാതിരി ഒരു പ്രകാശമാണ് വരുന്നത്. അത്രയും കണ്ണിൽ ടോർച്ച് അടിക്കുന്ന മാതിരി അത്രയും ഭയങ്കര ഒരു പ്രകാശം അടിച്ചിട്ടും പത്രോസ് ഇത് അറിഞ്ഞിട്ടില്ല. അന്നേരം പുള്ളി ഉറങ്ങിക്കൊണ്ടിരിക്കുക. അത്ര സുഖനിദ്രയിലാണ് എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക. ദൂതൻ വന്നിട്ടും ഇങ്ങനെ തോളയിൽ തട്ടി കുലുക്കി എഴുന്നേൽപ്പിക്കുക. അതുപോലെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. തോളിൽ തട്ടി, വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഇവിടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ, ഈ കൂട്ടത്തിൽ ഒരു കാര്യം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ദൂതന്മാര് വന്ന് ഇന്റർവ്യൂൻ ചെയ്യുന്ന കണ്ടില്ലേ? ദൂതന്മാര് വന്നിട്ട് ഇടപെടുന്ന കേട്ടോ ഇതുപോലൊരു വിഷയമായി കഴിയുമ്പോഴത്തേന്. ഈ കാലഘട്ടത്തിൽ എന്നുണ്ടെങ്കിൽ കിങ്ഡം ഗോസ്പലില് ദൂതന്മാരുടെ ഇടപെടല് അങ്ങനെ വളരെ സർവ്വസാധാരണമായിട്ട് നമുക്ക് കാണാമായിരുന്നു. എന്നാൽ ഈ ഗ്രേസ് ഗോസ്പൽ, ഈ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, നമ്മളായിരിക്കുന്ന കാലത്ത് നമുക്ക് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ദൂതന്മാരെ വിളിക്കേണ്ടുന്ന ആവശ്യം ആക്ച്വലി ഇല്ല. ദൂതൻ വന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ചരിത്രം നമുക്ക് ഈ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ കാണത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുക. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുക. അപ്പൊ അതിന്റെ മേലെ ഒരു ദൂതന്റെ പ്രൊട്ടക്ഷൻ ആക്ച്വലി നമുക്ക് ആവശ്യമില്ല. നമുക്ക് ദൈവത്തോട് പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൂതനെ അയച്ച് എന്നെ കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറച്ച് എന്നെ പരിപാലിക്കണമേ, അവിടുത്തെ ശക്തിയാൽ എന്നെ ബലപ്പെടുത്തണമേ. അതാണ് നമ്മുടെ പ്രാർത്ഥന. എന്നാൽ ഈ പഴയ നിയമത്തിൽ പ്രത്യേക റോൾ ഉണ്ട് ഈ ദൂതന്മാർക്ക്. ഇവിടെ തന്നെ വന്നിരിക്കുന്നുണ്ടല്ലേ, ദൂതന്മാർ തന്നെ വന്ന് കുലുക്കി എഴുന്നേൽപ്പിക്കുക. കഴിഞ്ഞ 2000 വർഷമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ? കെട്ടുകഥകൾ ഒത്തിരി ഉണ്ട്, എന്നാൽ അതൊന്നും ലെജിറ്റിമേറ്റ് ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കഥകളല്ല. എന്നാൽ തിരുവചനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഴയ നിയമം മുതലേ കാണാം. അബ്രഹാമിന്റെ അടുത്ത് വരുന്ന ദൂതന്മാരെ കണ്ടിട്ടില്ലേ? അബ്രഹാം മാമ്രയുടെ തോപ്പിൽ ഇരുന്നപ്പോൾ അബ്രഹാമിന്റെ അടുത്ത് 2 ദൂതന്മാരെ എത്തുന്നതായിട്ട് കാണുന്നില്ലേ? അവിടെ ഒക്കെ മുതലേ, അതിനൊക്കെ മുമ്പ് മുതലേ ദൂതന്മാരുടെ ഇൻവോൾവ്മെന്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യാക്കോബിനെ കണ്ടില്ലേ? യാക്കോബ് എവിടെ? നമ്മുടെ ലാബാന്റെ അടുത്തേക്ക്, അതായത് ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹങ്ങളെ ഒക്കെ തട്ടിയെടുത്ത് ലാബാന്റെ അടുത്തേക്ക് ഓടിപ്പോവുക. പോകുമ്പോൾ ലൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ വെച്ച് രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ദൈവദൂതന്മാരെ കോവേണിയിൽ കൂടി ആകാശത്തിലോട്ട് കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന സ്വപ്നം കാണിക്കുക. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിന് ദൈവം ഉറപ്പ് കൊടുക്കുക. എന്നാൽ യാക്കോബ് അതൊന്നും മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് വേറെ കാര്യം. യാക്കോബ് പറയുന്നത്, എന്നെ സുഖമായിട്ട് അങ്ങ് ലാബാന്റെ വീട്ടിൽ കൊണ്ടെത്തിക്കുകയും അതിനുശേഷം എന്റെ വഴിയിൽ എനിക്ക് വേണ്ടുന്നതൊക്കെ തരികയും എന്നെ തിരിച്ച് എന്റെ അപ്പന്റെ ഭവനത്തിൽ കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്താൽ നീ എനിക്ക് ദൈവമായിരിക്കും. ഒരു കണ്ടീഷനൊക്കെ ദൈവത്തോട് പറയുക. അല്ലാതെ ദൈവം കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് പ്രകാരം പ്രവർത്തിക്കുകയല്ല. എന്നാൽ ദൈവം പ്രത്യക്ഷനായി, ദൈവദൂതന്മാർ പ്രത്യക്ഷനായടുത്ത് താൻ തല വെച്ച് കിടന്ന് ഉറങ്ങി ആ കല്ല് നൂർത്ത് വെച്ച് അവിടെ യാഗം കഴിക്കുകയും അവിടെ എന്താ പറയുന്നത് അതിന് ബഥേൽ എന്ന് പേരിടുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ തന്റെ മടങ്ങി വരവിലും തിരിച്ച് മടങ്ങി വരുമ്പോൾ ഏശാവിന്റെ അടുത്തേക്ക് മടങ്ങി വരുന്ന സമയത്തും ദൈവത്തിന്റെ ഒരു ഭയങ്കര സാന്നിധ്യം ദൈവം കാണിച്ചു കൊടുക്കുന്നുണ്ട്. മഹനീം എന്ന് പറയുന്ന ഒരു സ്വർഗീയ സേനയെ കാണിച്ചു കൊടുക്കുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നൊക്കെ ഉള്ളതിൽ അറിയിക്കാൻ. അവിടെ ഒന്നും യാക്കോബ് ദൈവത്തെ മൈൻഡ് ചെയ്യാത്ത ഒരു സ്വഭാവമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാനത് ഒരിക്കൽ പ്രസംഗിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് ആ വിഷയം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ എല്ലാം ഈ ദൂതന്മാരുടെ ഒരു ഇടപെടൽ നമുക്ക് കാണുവാനായിട്ട് കഴിയാം. അതുപോലെ തന്നെ ദാനിയേലിന്റെ അടുത്ത് വരുന്നത് ആരാ? ഗബ്രിയേൽ ദൂതന്. പ്രധാന ദൂതന്മാരിൽ ഒരാളാണ് ഗബ്രിയേൽ എന്ന് പറയുന്നത്. ആ ഗബ്രിയേൽ ദൂതനെ ദാനിയേലിന്റെ അടുക്കൽ അയക്കുന്നത് കണ്ടോ? ദാനിയേലിനെ കാണിച്ചു കൊടുക്കുക, ദാനിയേലിനോട് എന്ത് സംഭവിക്കും, 70 ആഴ്ചവട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ ഗബ്രിയേൽ അടുത്ത് വന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട്. കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ അവതരിച്ചപ്പോൾ ലോകത്തോട് സുവിശേഷം പറഞ്ഞത് ആരാ? ആദ്യമായിട്ട് സുവിശേഷം അറിയിക്കുന്നത് ദൂതന്മാരാ, ദൈവദൂതന്മാരാ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, സ്വർഗത്തിൽ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആട്ടിടയന്മാരുടെ അടുക്കലൊക്കെ എത്തുന്നത് ദൂതന്മാരാ.
അവർ വന്ന് പറയാ, സകല മനുഷ്യർക്കും ഉണ്ടാവാനുള്ള ഒരു മഹാസുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. മനസ്സിലായോ? യേശു ക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിച്ചിരിക്കുന്നു എന്നൊക്കെ അറിയിക്കുന്ന ദൂതന്മാരാ. അതുപോലെ തന്നെ ഈ അപ്പോസ്തല പ്രവൃത്തികൾ വന്നു കഴിഞ്ഞാൽ പത്രോസിനെയും പന്തിരുവരെയും ഒക്കെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുമ്പോൾ കാരാഗ്രഹം അടഞ്ഞു കിടക്കുക, പക്ഷെ അവരെ വെളിയിൽ കൊണ്ടുപോകും, അവർ പള്ളിക്കകത്ത് നിന്ന് പ്രസംഗിക്കുക. ഇവര് കാരാഗ്രഹത്തിൽ ഇവരെ പൂട്ടിയിട്ട് കാവലൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ ഇവരെവിടുന്ന് പോയി ഇവർ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നത് കാണാം. അതെല്ലാം ദൂതന്മാരാണ്. ഇവിടെയും ഇതേപോലൊരു ഇൻവോൾവ്മെന്റ്. ഒരു ദൂതൻ വന്നിട്ട് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി പത്രോസിനെ എഴുന്നേൽപ്പിക്കുക. ഇനി ഈ കാലഘട്ടം കഴിഞ്ഞ് ഈ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് കഴിഞ്ഞ് നമ്മളങ്ങ് പോകും. അതിനുശേഷം ഇവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തും ദൈവം ദൂതന്മാരെ ഉപയോഗിക്കും. അന്നും ദൂതന്മാർ ഇറങ്ങി വരികയും ഇവരോട് സംസാരിക്കുകയും ചെയ്യും. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യം അത് വായിച്ചാൽ അവിടെ കാണാൻ പറ്റും, വേറൊരു ദൂതൻ ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കണ്ടു. അവനിങ്ങനെ ആകാശമധ്യയെ പറന്നുകൊണ്ട് ഒരു എല്ലാവരോടും അറിയിക്കാനുള്ള ഒരു നിത്യ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൂതനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആകാശത്തിൽ ഒരു ദൂതൻ ഇങ്ങനെ പറന്ന് നടന്നുകൊണ്ട് ജനം കൂട്ടി നിൽക്കുന്നിടത്തൊക്കെ വന്ന് ആ സുവിശേഷം അറിയിക്കുകയും അശരീരി പോലെ അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ ഒരു പ്രത്യേക കാലയളവിൽ ഇതൊരു ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് ആണ്. ഇത് കൃപായുഗമാണ്. ഇതിൽ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുക. ഇവിടെ അങ്ങനെ ദൂതന്മാരുടെ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. ഞാനത് വായിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ ദൂതൻ അവിടെ വന്ന് പത്രോസിനെ വിലാപ്പുറത്ത് തട്ടുന്നതായിട്ടും എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ ചങ്ങല അവന്റെ മേൽ നിന്ന് വീണുപോയി. നമ്മളെ ദൈവം ആലോചനകൾ അറിയിക്കും. ഉറക്കത്തിൽ നമുക്ക് ദർശനത്തിൽ ദൈവം നമുക്ക് പലതും ദർശനങ്ങൾ നമുക്ക് തരാൻ ഇന്ന് നമുക്ക് തരും. പൗലോസിനോടൊക്കെ പറയുന്നുണ്ട്, ആസിയയിൽ ഇനി പ്രസംഗിക്കേണ്ട, ആസിയയിൽ പ്രസംഗിക്കേണ്ട എന്നുള്ളത് ദർശനത്തിൽ ആ വെളിപ്പാടുണ്ടാകുന്നത്. അങ്ങനെ ആസിയയുടെ ചുറ്റിയാണ് വേറൊരിടത്ത് ത്രോവാസിൽ എത്തിച്ചേരുന്നത്. ത്രോവാസിൽ എത്തിച്ചേരുമ്പോൾ രാത്രിയിൽ ദർശനത്തിൽ ഒരു മനുഷ്യൻ വന്നിട്ട്, നീ ഞങ്ങളുടെ അടുക്കലേക്ക് വരിക, നീ മക്കധോനിയയിലേക്ക് വന്ന് സുവിശേഷം അറിയിക്കുക എന്നൊക്കെ പറയുന്നത് മാതിരി ദൈവദൂതൻ നമുക്ക് ആ ദൈവിക ദർശനങ്ങൾ ഇന്നും ഉണ്ടാകാം. തിരുവചനത്തിൽ കൂടി നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റൊലിക്കുന്നത് മാതിരി ദൈവവചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ദൂതന്റെ ഒരു ഇന്റർവെൻഷൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണത്തില്ല എന്നാണ് ഞാൻ ഓർപ്പിക്കുന്നത്. 8-ാമത്തെ വാക്യം, ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ദൂതന് പത്രോസ് അപ്പോസ്തലനെ കൊണ്ട് വെളിയിൽ പോവുകയാണ്. അവിടെ കാവൽ നിൽക്കുന്ന എത്ര പേരാ? 16 പേരാ. 16 പേര് കാവൽ നിൽക്കുന്നിടത്തു നിന്നാണ് ഈ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നത്. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. താൻ ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. എന്താ നടക്കുന്നതെന്ന് പത്രോസിന് മനസ്സിലാകുന്നില്ല. അവൻ 1-ാം കാവലും 2-ാമത്തേതും കടന്നു. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി. 2 വാതിലുകൾ കഴിഞ്ഞു. അതൊക്കെ ഭയങ്കര ബന്ധവസ്ഥായിട്ടുള്ള വാതിലുകളാ. അതെല്ലാം കഴിഞ്ഞു. അത് തുറന്നു കിടക്കുക. തുറന്ന് ഇരുമ്പ് വാതിക്കലെത്തി. അത് തുറന്ന് പട്ടണത്തിലോട്ട് ഇറങ്ങിയ. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. തന്നെത്താൻ മാനേജ് ചെയ്യാറാവുമ്പോഴത്തേന് ആ ദൈവിക സാന്നിധ്യം അല്ലെന്നുണ്ടെങ്കിൽ ആ ദൂതന്റെ സാന്നിധ്യം മാറിപ്പോവുക. ഇനി പൊക്കോളാൻ പറയുക. കാര്യം ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല, തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാനുള്ളതേ ഉള്ളൂ. പൊക്കോളാനായിട്ട് പറയുക. അങ്ങനെ ദൂതനെ പിന്നെ കാണാതായി. ഞാൻ ഇവിടെ അധികം നിൽക്കാത്തത്, വിവരിക്കാത്തത് ഇതെല്ലാം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചുവെന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു. അവിടെ നിന്നൊരു ദൈവത്തിന് നന്ദി പറയുക. കർത്താവെ, നീ ദൂതനെ അയച്ചു, എന്നെ വിടുവിച്ചു. നമുക്കിവിടെ ചിന്തിക്കാം വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കർത്താവ് യാക്കോബിനെ ഇങ്ങനെ വിടുവിക്കാഞ്ഞത്? യാക്കോബിനെ ഇതുപോലെ പിടിച്ചു, കഴുത്ത് വെട്ടി കൊന്നു കളഞ്ഞു. 3-ൽ ഒരാളായിരുന്നു. 12 പേരിൽ പ്രധാനിയായ ഒരാളാണ് യാക്കോബും. സബദി മക്കളുടെ കൂട്ടത്തിലുള്ളതാണ്. എന്തുകൊണ്ടാണ് യാക്കോബിനെ വിടുവിക്കാഞ്ഞതെന്ന് സഭയിലുള്ളവർ തന്നെ ചിന്തിക്കാം. പത്രോസിനോട് വേണ്ടി പ്രാർത്ഥിച്ചു. അവര് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യാക്കോബിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ കരം കാണുവാനായിട്ട് കഴിഞ്ഞില്ലല്ലോ, ദൈവം അതിൽ ഒരു വിടുതൽ അയച്ചില്ലല്ലോ എന്ന് പലരും ചിന്തിക്കും. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് അറിയാം നമുക്ക് എന്താണ് വേണ്ടുന്നത്, നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മൾ നനയ്ക്കുന്ന മാതിരി അല്ല ദൈവം ആ കാര്യങ്ങളെ കാണുന്നത്. ഇതൊരു ദൈവത്തിന്റെ ഹിതമായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടുന്നത്. യാക്കോബിനെ ശുശ്രൂഷ ഒരു പക്ഷെങ്കിൽ അവസാനിച്ചിരിക്കാം, നമുക്കത് അറിയത്തില്ല. പക്ഷെന്നുണ്ടെങ്കിൽ നമ്മൾ നിത്യതയിൽ ഇവരെയൊക്കെ കാണുവാനായിട്ടുള്ള അവസരം ലഭിക്കുമ്പോൾ, നമ്മൾ ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന്റെയൊക്കെ പുറകിൽ എന്തായിരുന്നു ദൈവം പ്ലാൻ ചെയ്തിരുന്നത്. പത്രോസിനെ എന്തുകൊണ്ട് വിടുവിച്ചു? നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യത്തിന് വിടുതൽ കിട്ടി, വേറൊരു കാര്യത്തിന് വിടുതൽ കിട്ടിയില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ കുഴപ്പമോ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടോ ഒന്നുമല്ല.
എല്ലാത്തിനും ചോദിക്കുന്നത് പോലെ അതിന്റെ അടിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആളല്ല ദൈവം. നമുക്ക് വേണ്ടുന്നത് ഇന്നതെന്ന് ദൈവം അറിയുന്നു. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടുന്നത്. നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ദൈവം സമാധാനത്താൽ നിറയ്ക്കും. ഇവിടെ യാക്കോബിനെ കൊന്നുകളഞ്ഞു, പത്രോസിനെ ദൈവം വിടുവിക്കുകയാണ്. രണ്ടുപേരിൽ ഒരാളെ ദൈവം വിടുവിക്കുകയാണ്. 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്നു പേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ മറിയ എന്ന് പറയുന്നത് കർത്താവിന്റെ അമ്മ മറിയ അല്ല. ഒത്തിരി മറിയമാരുണ്ട് ഈ ബൈബിളിലെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ. പ്രത്യേകിച്ച് സുവിശേഷത്തിലൊക്കെ നോക്കുമ്പം ഒരു 4-5 മറിയമാരെ നമുക്ക് ഈസി ആയിട്ട് കാണുവാനായിട്ട് കഴിയും. ഇത് ഒരു മറിയ എന്ന് പറയുന്നത് മർക്കോസിന്റെ സഹോദരിയാണ്. മർക്കോസിന്റെ ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ, അതായത് മർക്കോസിന്റെ അമ്മയാണ് ഈ മറിയ. ഈ മർക്കോസ് ആണ് ജോൺ മാർക്ക് എന്ന് പറയുന്ന നമ്മുടെ ബർന്നബാസിന്റെ കൂടെ ശുശ്രൂഷയ്ക്ക്, പൗലോസിന്റെയും ബർന്നബാസിന്റെയും കൂടെ ശുശ്രൂഷയ്ക്ക് വന്ന മർക്കോസ് ആണിത്. ഈ മർക്കോസിന്റെ അമ്മയുടെ ഭവനമാണെങ്കിലും അറിയപ്പെടുന്നത് മർക്കോസിന്റെ ഭവനം എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മർക്കോസിന്റെ മാളികയിൽ തന്നെയാണ് ഇവർ പലപ്പോഴും കൂടിയിട്ടുള്ളത്. മർക്കോസിന്റെ മാളികയിൽ വെച്ചത് തന്നെയാണ് ഇതിനു മുമ്പുള്ള പല കൂട്ടായ്മകളും ഇവർ വന്നപ്പോൾ കൂടിയിട്ടുള്ളത്. അപ്പർ റൂം എന്ന് പറയുന്നത് ഈ മർക്കോസിന്റെ മാളിക തന്നെയാണെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഗ്രഹിച്ച് അതുകൊണ്ടാണ് മർക്കോസ് ബർന്നബാസിന്റെ മച്ചുണനാണ് എന്ന് നമ്മൾ പറയുന്ന ബൈബിൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. മച്ചുണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെങ്ങളുടെ മകൻ എന്നാണ്, സിസ്റ്ററുടെ മകനാണ്. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ, ഇതാണ് ജോൺ മാർക്ക്, യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അടുത്ത വാക്യം, ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിന്റെ വിടുതലിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ പടിപ്പുര വാതിക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു ചെന്നു. ഇവരെ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് നേരെ ആ ഭവനത്തിലേക്കാ ചെല്ലുന്നു. ഇവരവിടെ ഉണ്ടാകും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് പത്രോസിന് അറിയാം. അവിടെ ചെന്ന് വാതിലിന് മുട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. വന്നിട്ട് ഡോറിന്റെ അവിടെ നിന്ന് ആരാണെന്ന് ചോദിക്കുമ്പോൾ പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. പത്രോസാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം, നമ്മുടെ പ്രാർത്ഥനാ വിഷയം വന്ന് നമ്മുടെ വാതിലിൽ തട്ടിയിരിക്കുകയാണ് എന്ന് ചെന്ന് രോധ അവരെ അറിയിക്കുകയാണ്. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. കാര്യം ഇവരിതിനു മുമ്പും പ്രാർത്ഥിച്ചതാണ്, യോഹന്നാന്റെ സമയത്തും പ്രാർത്ഥിച്ചതാ. എന്നാൽ ദൈവം അവിടെ വിടുവിച്ചില്ല. പത്രോസിന്റെയും ഗതി അത് തന്നെ ആകും എന്ന് അവർ വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പത്രോസ് വന്ന് ഡോറിൽ തട്ടുന്നു എന്ന് പറഞ്ഞിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവിടെ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവെ വിടുവിക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ, നിന്റെ തീ ഇറങ്ങണമേ, നിന്റെ ദൂതനെ അയക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിന് മറുപടി കണ്ടിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുപോലെ അവർ പറയുകയാണ്, അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്നവർ പറഞ്ഞു. ഒരിക്കലും ആയിരിക്കത്തില്ല, ഏതോ ദൂതൻ ദൈവം അയച്ചിരിക്കുകയായിരിക്കും എന്നവർ പറയും. എന്നിട്ടും അവർക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഇവിടെ പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. ഇവിടെ എന്താ പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നത്? ഇവിടെ എന്തുകൊണ്ടാ വാതിൽ തുറന്നു കൊടുക്കാഞ്ഞത്? മറ്റേ ഭയങ്കര വാതിലുകൾ, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു, ഇരുമ്പ് വാതിൽ തുറന്നു, പട്ടണത്തിലേക്കുള്ള അവസാനത്തെ വാതിൽ തുറന്നു. ഇതെല്ലാം തുറക്കാമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഡോറ് തുറക്കാൻ പറ്റത്തില്ലേ? പത്രോസിനകത്തോട്ട് കയറാൻ പറ്റത്തില്ലേ? ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇത് നമ്മൾ തുറക്കേണ്ട വാതില. ഇത് കർത്താവ് തുറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തുറക്കേണ്ടുന്ന വാതിലുകൾ നമ്മൾ തന്നെ തുറക്കണം. ഇതിന് കർത്താവ് തുറക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കല്ല. ഇത് കർത്താവ് തുറക്കേണ്ട ആവശ്യമില്ല. ഈ വാതിൽ നമ്മൾ തുറക്കേണ്ടുന്ന വാതില. നമ്മൾ വിശ്വാസത്താൽ തുറന്നു കൊടുക്കേണ്ട വാതില. പല കാര്യങ്ങളിലും നിസ്സാര കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മുടെ മടി കാരണമോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോയിട്ടോ ഒക്കെ നമ്മൾ അതിനെ വിട്ട് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയും, അത് ദൈവം എല്ലാം അറിയുന്നു, ദൈവം ചെയ്തോളൂ എന്ന്. ദൈവം ചെയ്യേണ്ടുന്ന കാര്യമേ ദൈവം ചെയ്യത്തുള്ളൂ. നമ്മൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് നമ്മൾ കൈ കെട്ടി റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ കണ്ടില്ലേ, ഭയങ്കര കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന കർത്താവ് ഈ വീടിന്റെ വാതിൽ തുറക്കുന്നില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ കർത്താവിന് തുറന്നു കൊടുക്കാം. പത്രോസ് നേരെ ചെന്ന് അവരുടെ നടുവിൽ നിന്നിട്ട് എന്നെ ദൈവം വിടുവിച്ചു എന്ന് പറയാൻ. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ട് കൈകെട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇത് ദൈവം പ്രവർത്തിക്കുന്ന കാലമാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും.
ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളാൽ കഴിയുന്ന ഒരു കാര്യങ്ങളും ദൈവം വന്ന് നമുക്ക് വേണ്ടി ചെയ്തു തരത്തില്ല. നമ്മളാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ തന്നെ ചെയ്യണം. ഈ ഡോർ തുറക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ചെന്ന് തുറന്ന് നമ്മളാണ് പത്രോസിനെ മനസ്സിലാക്കേണ്ടുന്നത്. അതുകൊണ്ട് ഭയങ്കര അത്ഭുതങ്ങളും വിടുതലുകളും ഒക്കെ ദൈവത്തിൽ നിന്നുണ്ടാകും. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ ചെയ്യണമെന്ന് ഞാൻ ഈ വാക്യത്തിൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെളിയിൽ വന്നുവെന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹെരോദാവാണ് ഒരാളെ തന്നെയല്ല ബാക്കിയുള്ളവരെയും കൂടെ ചേർന്ന് കൊന്നു കളയുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആംഗ്യം കാട്ടിയിട്ട് പറയുകയാണ്, കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പീൻ എന്ന് പറഞ്ഞു. ഈ യാക്കോബ് കൊന്നുകളഞ്ഞ യാക്കോബല്ല, കർത്താവിന്റെ സഹോദരനായ യാക്കോബാണ്. അതിനുശേഷം ഈ യാക്കോബ് അവിടുത്തെ ആ ഒരു സീനിയർ സ്ഥാനത്തേക്ക് വരുന്നതും അവിടുത്തെ മൂപ്പനായിട്ട് വരുന്നത് കർത്താവിന്റെ സഹോദരനായ ഈ യാക്കോബാണ്. ഈ യാക്കോബിനോട് ചെന്ന് അറിയിപ്പാനും ശേഷം സഹോദരന്മാരോടും അറിയിപ്പീൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. 18 വാക്യം. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമം ഉണ്ടായി. പത്രോസ് അവിടുന്ന് പോയി, എന്നാൽ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് 16 പടയാളികളെ നിർത്തിയിരുന്നത്. അവർക്ക് അറിയത്തില്ല എങ്ങോട്ടാ പോയെന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് പരിഭ്രമം ഉണ്ടായി. കാര്യം എന്താ? കാര്യം അവരുടെ ജീവന്റെ പ്രശ്നമാണ്. ഒരു പടയാളിയെ, അതും ഇത്രയും അവരുടെ ഇടയിൽ അവർ നൊട്ടോറിയസ് ആയിട്ട് വിശ്വസിച്ചിരിക്കുന്ന ഒരു പടയാളിയെ പിടിച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് 16 പേരുടെ മുന്നിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒരുത്തരെയും പിന്നെ ജീവനോട് വെച്ചേക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് അല്പമില്ലാത്ത പരിഭ്രമം ഉണ്ടായി. ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ചു, അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവരെ മുഴുവൻ പേരെയും കൊല്ലുവാനായിട്ട് കൽപ്പിച്ചു. പിന്നെ അവൻ യഹൂദിയ വിട്ട് കൈസരിയയിലേക്ക് പോയി അവിടെ പാർത്തു. അധികം എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ആ 16 പേരെയും കൊല്ലുവാനായിട്ട് ഇടയായി. എന്നാൽ പത്രോസ് എങ്ങോട്ട് പോയെന്നറിയാമോ? കൈസരിയയിലേക്ക് പോകുവാനായിട്ട് ഇടയായി. 10-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ കൈസരിയയിലാണ് പത്രോസിനെ കാണുന്നത്. അത് യെരുശലേമിലോ ലബനോനിലോ ഒന്നും അല്ല, അതിന്റെ ഒക്കെ മേലെ ഒരു സ്ഥലമാണ് കൈസരിയയിൽ. കർത്താവിന്റെ സഹായത്താല് കൈസരിയ വിസിറ്റ് ചെയ്യുവാനും കൈസരിയ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഇസ്താൻബുളിലേക്ക് പോകുവാനും ഒക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആ ദേശമൊക്കെ കാണുവാനും അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഭാഗത്തൂടെ ഒക്കെ പോകുമ്പോൾ ഈ രംഗങ്ങളൊക്കെ മനസ്സിൽ വരികയും ചിന്തിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാനൊക്കെ എനിക്ക് ദൈവം അനുവദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലായത് പത്രോസ് അപ്പോസ്തലനെ ദൈവം അവിടെ നിന്നും വിടുവിക്കുന്ന ഒരു ഭാഗമാണ്. ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആ ഒരു അത്ഭുതകരമായ വിടുതൽ, ആ ഒരു കരുതൽ, അത് മാത്രമാണ് ഇവിടെ നിന്ന് പറയാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് അല്ലാതെ ഇവിടെ വേറെ ഒന്നും ടേക്ക് അവേ ഇതിലില്ല. ഇതിന്റെ തുടർമാനമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ 20-ാമത്തെ വാക്യത്തിൽ വരുന്നത്, അവൻ സോര്യരുടെയും സീദോന്യരുടെയും നേരെ ക്രോധിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടി വരികയാൽ അവർ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ ചെന്നു. രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. ഇത് ലെബനോനാണ്. ആക്ച്വലി ഈ സോരെന്നും സീദോനെന്നും സോര്യരുടെയും സീദോന്യരുടെയും എന്നൊക്കെ പറയുന്നത് ലെബനോനുമായിട്ട് ക്രോധിച്ചിരിക്കുക, അവരുമായിട്ട് രസമല്ലാതെയും അവരുമായിട്ട് എന്താ പറയുന്നത് സാങ്ഷൻസും കാര്യങ്ങളുമൊക്കെ ഏർപ്പെടുത്തിയിരുന്ന ഒരു സമയമാണ്. എന്നാൽ അവർ വന്നിട്ട് ഈ രാജാവിന്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടി വരികയാൽ അവരോട് ഏക മനസ്സോട് കർത്താവിന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. അവരോട് മനസ്സലിയുവാനും ഈ എന്താ പറയുന്നത് വലിയ ക്ഷാമം ഉണ്ടായത് കാരണം അവർ വലിയ പ്രയാസത്താൽ ഭാരപ്പെടുന്നു, അവർക്ക് ആഹാരം കൊടുക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് അവിടുത്തെ ഭണ്ഡാര വിചാരകനുമായിട്ട് ഉണ്ടാക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാണ് ഇവരുമായിട്ട് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഈ രാജ്യത്തിന് ഏർപ്പെടുത്തിയിരുന്നു. ഇതുകൊണ്ട് കർത്താവ് ഒരിക്കൽ പറയുന്നത്, നിങ്ങൾക്ക് അയച്ച നന്മ സോരിലും സീദോനിലും അയച്ചിരുന്നു എങ്കിൽ അവരെന്നെ റെട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെട്ടേനെ എന്ന് കർത്താവ് പറയുന്ന ഒരു രംഗമുണ്ട്. ഈ സോറിനെ കുറിച്ചും സീദോനെ കുറിച്ചുമാണ് പറയുന്നത്. അവർ വന്നിട്ട് ഹെരോദാവിന്റെ ഭണ്ഡാര വിചാരകനായിരിക്കുന്ന ബ്ലസ്തോസിനെ വശത്താക്കുകയും അങ്ങനെ അവർക്ക് ആഹാരം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യുകയും ആകുകയും ചെയ്തു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. അങ്ങനെ അവരുമായിട്ടുള്ള ഒരു സന്ധി കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം നടക്കുകയാണ്. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം മാത്രമേ ജനം ആർത്തു. അന്ന് ആ ഒരു സന്ധിക്ക് വേണ്ടി വന്നിരുന്നവരും ആ ഒരു സന്തോഷം ഹെരോദാവ് അവർക്ക് അങ്ങനെ ആ ഒരു ആഹാരം അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഗോതമ്പും അരിയും കാര്യങ്ങളും ഒക്കെ അനുവദിക്കും.
അങ്ങനെയുള്ള ഒരു വലിയ സന്തോഷം അത് സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ട് ഒത്തിരി പേരവിടെ കൂടിയിരുന്നു. അവര് ഹെരോദാവിനെ ഒത്തിരി ഉയർത്തി പറയുവാനായിട്ടും പുകഴ്ത്തുവാനുമായിട്ടും ഇവിടെയായി. ഈ പറയുന്നതൊന്നും മനുഷ്യന്റെ ശബ്ദമല്ല, ഇതൊരു ദൈവത്തിന്റെ ശബ്ദമാണെന്ന് അവർ ആർത്ത് ജനം അവിടെ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അവിടെ സന്തോഷിക്കുവാനായിട്ട് ഇടയായി. അന്നേരം അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ ഈ ഹെരോദാവ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ മഹത്വപ്പെടുത്താതെ, ഇത് ദൈവത്തിന്റെ ശബ്ദം, ഇത് മനുഷ്യനല്ല, ഇത് ദൈവ ശബ്ദമെന്ന് അദ്ദേഹത്തെ വാനോളം ജനം പുകഴ്ത്തുമ്പോൾ അദ്ദേഹം അങ്ങനെ ആ ആരാധനയൊക്കെ സ്വീകരിച്ച് ആ മഹത്വമൊക്കെ സ്വീകരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. അവിടെ വെച്ച് തന്നെ അവന് കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു എന്ന് പറയുന്ന മാതിരി ഹെരോദാവ് നശിച്ചു പോകുവാനായിട്ട്, എന്താ പറയുന്നത്, കൃമിക്ക് ഇരയായി തീരുവാനായിട്ട്, മരിച്ചു പോകുവാനായിട്ട് ഇടയായി. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്നും മറുപേരുള്ള യോഹന്നാനെയും കൂട്ടി യെരുശലേം വിട്ടു മടങ്ങിപ്പോന്നു. ഇത്രയും കാര്യങ്ങളാണ് ആ 12-ാം അധ്യായത്തിലുള്ളത്. ഇവിടെ വെച്ച് ബർന്നബാസും ശൗലും ഇവിടെ വന്നിരിക്കുക. എന്തിനാ വന്നേ? 11-ാം അധ്യായത്തിൽ അവരെ അവിടുന്ന് അയച്ചിരിക്കുക. എവിടെ നിന്ന്? അന്ത്യോക്യയിൽ നിന്ന് യെരുശലേമിലേക്ക് അയച്ചിരിക്കുക. അവിടെ ഒരു പിരിവൊക്കെ എടുത്ത് സ്വത്രകാഴ്ചയൊക്കെ എടുത്ത് ഈ യെരുശലേമിലെ യഹൂദന്മാര്, ദാരിദ്ര്യത്തിലായി പോയ യഹൂദന്മാരെ സഹായിക്കാനായിട്ട് ആ പിരിവുമൊക്കെ ആയിട്ട് ഇവരിവിടെ വന്നതാണ്. അവിടെ നിന്നും ഈ മർക്കോസ് എന്ന യോഹന്നാനെ, അതായത് ബർന്നബാസിന്റെ മച്ചുണൻ ആയിരിക്കുന്ന ആ യോഹന്നാനെ ചേർത്തുകൊണ്ട് അവർ യെരുശലേം വിട്ട് മടങ്ങിപ്പോരുന്നു. എങ്ങോട്ട് മടങ്ങിപ്പോരുന്നു? അവർ അന്ത്യോക്യയിലേക്ക് മടങ്ങിപ്പോയി. ഇതാണ് ഈ 12-ാമത്തെ അധ്യായത്തിലുള്ളത്. 13-ാമത്തെ അധ്യായത്തിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് പത്രോസിന് എന്ത് സംഭവിച്ചുവെന്നും ഹെരോദാവിന് എന്ത് സംഭവിച്ചുവെന്നും പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ലൂക്കോസ് ഈ ഒരു അധ്യായം ഇതിനിടയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 11-ാം അധ്യായത്തിലെ ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുകയും അവിടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് അവർ യെരുശലേമിൽ സഹായമായിട്ട് വരികയും തിരിച്ച് അന്ത്യോക്യയിൽ നിന്ന് 13-ാമത്തെ അധ്യായത്തിൽ കയറുമ്പോഴത്തേന് അവരെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ച് വേർതിരിക്കുകയും അവർ ആ മിഷണറി യാത്ര ആരംഭിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗമാണ്. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു അധ്യായം ചേർക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസിന് എന്ത് സംഭവിച്ചുവെന്നും ഹെരോദാവിന് എന്ത് സംഭവിച്ചുവെന്നും ഒക്കെ നമ്മളെ അറിയിക്കുവാനായിട്ട് ആ കാര്യങ്ങൾ എന്താ പറയുന്നത് ക്രമമായിട്ട് എഴുതി വന്നിരുന്ന ലൂക്കോസ് ഈ ഒരു അധ്യായം ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു അധ്യായത്തിൽ നിന്ന് അതിൽ കൂടുതൽ ടേക്ക് അവേ ഇല്ല എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഈ അധ്യായം ഒരു ചെറിയ അധ്യായമാണ്, നമുക്കത് ചിന്തിച്ച് തീർക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഇനി ഞാൻ ഈ 13-ാമത്തെ അധ്യായത്തിലേക്ക് കയറുന്നില്ല. എന്നാൽ അതിനു പകരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ചോദ്യത്തിന് മറുപടി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ട്രിനിറ്റി ആൻഡ് വൺനെസ്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ അർബുദം മാതിരി, അതായത് ക്യാൻസർ മാതിരി പടർന്നിരിക്കുന്ന ഒരു ഉപദേശമാണ് ഈ വൺനെസിന്റെ ഉപദേശം. അതെന്താണ് അതിന് ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടാകുവാൻ കാര്യം? എന്താണ് ആക്ച്വലി ആ വിഷയം എന്ന് അനേകർക്ക് അറിയത്തില്ല. ഒത്തിരി പേര് വൺനെസ് എന്ന് കേട്ടിട്ടുണ്ട്, ട്രിനിറ്റി അല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇനി ട്രിനിറ്റി എന്താന്ന് പലർക്കും അറിയത്തില്ല, വൺനെസ് എന്താണെന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെ അറിവിന് വേണ്ടിയിട്ട് ഇതിനെ അല്പം ഓപ്പൺ ആക്കി എന്താണ് ഈ വിഷയം, എവിടെ നിന്ന് വന്നു, ഇതെങ്ങോട്ട് പോകുന്നു എന്നൊന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ അല്പം സമയം വേർതിരിക്കുകയാണ്. അനേക ഡിബേറ്റുകൾക്കും പ്രസ്താവനകൾക്കും അതുപോലെ തന്നെ ആക്ഷേപങ്ങൾക്കും ഒക്കെ ഇതായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു വിഷയം. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പേരെ വൺനെസ്സുകാരെ കാണുവാൻ കഴിയും. അവർ ട്രിനിറ്റിക്കാരെ ഭയങ്കരമായിട്ട് ആക്ഷേപിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. നമ്മളെല്ലാം ട്രിനിറ്റേറിയൻ വിശ്വാസത്തിലുള്ളവരാണ്. ദ ഗേറ്റ് മിനിസ്ട്രീസ് ട്രിനിറ്റിയുടെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. നമ്മുടെ ഫൗണ്ടേഷണൽ ഡോക്ട്രിനിൽ ഒന്നാണ് ത്രിയേക ദൈവത്വം എന്നുള്ളത്, ട്രിനിറ്റി എന്നുള്ള വിശ്വാസം. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ചില കാര്യങ്ങൾ, 2-3 കാര്യങ്ങളാണ്. ഞാൻ ഒന്ന് ഓർപ്പിക്കാം. ഒന്ന്, എന്താണ് വൺനെസ് ഡോക്ട്രിൻ എന്ന് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കും. രണ്ടാമത്, തിരുവചന അടിസ്ഥാനത്തിൽ നമ്മുടെ ദൈവം ഏക സത്യ ദൈവമാണ് എന്ന് വ്യക്തമായിട്ട് തിരുവചനത്തിൽ തെളിയിച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും നമ്മൾ എടുത്തു കാണിക്കും. മൂന്നാമതായിട്ട്, നമ്മുടെ ദൈവം 3 വ്യക്തിത്വങ്ങൾ, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന ഏക സത്യ ദൈവമാണ് എന്ന് നമ്മൾ വചനത്തിൽ നിന്ന് എടുത്തു കാണിക്കും. ഗോഡ് എറ്റേണലി എക്സിസ്റ്റ് ഇൻ 3 ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ്. 3 വ്യക്തികളായിട്ട്, വ്യക്തിത്വങ്ങളല്ല, 3 വ്യക്തികളായിട്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 വ്യക്തികളായിട്ട് എറ്റേണലി ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ ഈ തിരുവചനത്തിൽ തന്നെ അത് കാണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നാലാമതായിട്ട്, യേശു ക്രിസ്തു ലോകത്തിൽ അവതരിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു. അതായത് ജീസസ് ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ഗോഡ്, existed prior to the incarnation.
ദൈവം ലോകത്തിൽ ഇൻകാർണേറ്റ് ചെയ്യുന്നതിന്, അവതരിക്കുന്നതിന് മുന്നമേ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഈ വചനത്തിൽ കൂടെ നിങ്ങളെ കാണിക്കാം. ഇനി ഈ വൺനെസ് എന്ന് പറയുന്ന ഉപദേശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതുപോലെ തന്നെയുള്ള ഒരു ഉപദേശം, അല്ലെങ്കിൽ അത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, മോഡലിസം എന്ന് പറയുന്ന ഒരു ഉപദേശം ഉണ്ടായിരുന്നു. മോഡലിസം, ഇതിനെ തന്നെയാണ് സെബലിയനിസം എന്നും പറയുന്നത്. ഒരല്പം ഈ വിഷയങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധയോട് കേൾക്കണം, എന്നാലേ നിങ്ങൾക്ക് അതിന്റെ ഒരു പൂർണ്ണ രൂപം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തുള്ളൂ. ആദ്യ നൂറ്റാണ്ടില് ക്രിസ്ത്യാനിറ്റിയിൽ നുഴഞ്ഞു കയറി അനേക ദുരുപദേശങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അതിലെ ഒരു പ്രധാന ദുരുപദേശമാണ് ഈ മോഡലിസം എന്ന് പറയുന്നത്. ഓൾഡ് വൈൻ ഇൻ ന്യൂ കപ്പ് എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ ഈ വൺനെസ് എന്ന് പറയുന്ന ഒരു ഉപദേശം പഴയ മോഡലിസം തന്നെയാണ്. ആദ്യ നൂറ്റാണ്ടുകളിൽ ഈ ക്രിസ്ത്യാനിറ്റിയിൽ കയറി കൂടിയ മോഡലിസം എന്ന് പറയുന്ന ഉപദേശം തന്നെയാണ് ഇന്ന് കളർ മാറ്റി അതിനെ എന്താ പറയുന്നത്, വൺനെസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്താണ് മോഡലിസം അല്ലെങ്കിൽ വൺനെസ്? ഇതിനെ തന്നെയാണ് സെബലിയനിസം എന്നും പറയുന്നത്, അല്ലെങ്കിൽ ജീസസ് ഓൺലി ഉപദേശം എന്ന് പറയുന്ന 4 പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒന്ന് മോഡലിസം, 2 സെബലിയനിസം. സെബലിയനിസം എന്ന് പറയാൻ കാര്യം, സെബല്യസ് എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ് ഈ ഐഡിയയുമായിട്ട് വന്നത്. 2-ാം നൂറ്റാണ്ടില് സെബല്യസ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, ഈ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെയുള്ള ഒരു പുരോഹിതനാണ് സെബല്യസ്. അദ്ദേഹമാണ് ഈ ഐഡിയയുമായിട്ട് വന്നത്. അതുകൊണ്ടാണ് സെബല്യനിസം എന്നും ഇതിന് പറയും. മോഡലിസം, വൺനെസ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് ഓൺലി, ജീസസ് ഓൺലി, യേശു നാമക്കാര് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ഉപദേശം. ഇനി 1-2 പേപ്പർ കട്ടിങ് ഞാനൊന്ന് കാണിച്ചോട്ടെ. ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും ഇത് വെളിപ്പെടുത്താം. മോഡലിസം, ഡെഫിനിഷൻ ഓഫ് മോഡലിസം. എന്താണ് മോഡലിസം എന്ന് പറയുന്നത്? അതിന്റെ തിയോളജി, ദ ഡോക്ട്രിൻ that the 3 persons of the Trinity are 3 different modes or aspects of the divine self-revelation rather than 3 distinct part of divine nature. എന്താ പറഞ്ഞെന്നറിയാമോ? അതായത് ഈ ട്രിനിറ്റിയിൽ നമ്മൾ പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്ന ദൈവം മൂന്ന് ദൈവത്തിന്റെ 3 രൂപങ്ങളാണ്, അല്ലെങ്കിൽ 3 ഭാവങ്ങളാണ്, 3 മോഡുകളാണ്, 3 ഫോമാണ്. മനസ്സിലായോ? അതായത് ദൈവം ഒരാളെ ഉള്ളൂ, എന്നാൽ ദൈവം ഇങ്ങനെ ഓരോരോ രീതിയിലാണ് ലോകത്തോട് ഇടപെട്ടത്. അതായത് ട്രിനിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വ്യക്തികൾ ദൈവം തന്നെത്താൻ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ കാലാകാലങ്ങളിൽ ഉപയോഗിച്ച 3 വ്യക്തിത്വങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നത് ഓരോ കാലങ്ങളിൽ ദൈവം ലോകത്തിന് തന്നെ വെളിപ്പെടുത്തുവാൻ ഓരോ രൂപത്തിൽ അല്ലെങ്കിൽ ഓരോ ഭാവത്തിൽ അവതരിച്ചു. അതാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, പഴയ നിയമത്തിൽ ഈ ദൈവം ലോകത്തിന് വെളിപ്പെട്ടത് പിതാവായ ദൈവമായിട്ടാണ്. അന്ന് പുത്രനില്ല, പരിശുദ്ധാത്മാവില്ല എന്ന് ആണ് അവർ മനസ്സിലാക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു ലോകത്തിൽ അവതരിച്ച 4 ഗോസ്പലിൽ കൂടെ പറയുന്നത്, ആ സമയത്ത് പിതാവായ ദൈവം ലോകത്തോട് ഇടപെടുന്നില്ല, പുത്രനായ ക്രിസ്തുവായിട്ട് ലോകത്തിൽ വെളിപ്പെട്ടു. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഫോം ക്രിസ്തു എന്നുള്ള ഒരു ഫോം ആയിരുന്നു. അതിനുശേഷം കർത്താവ് ഇവിടുന്ന് മാറ്റപ്പെട്ടു പരിശുദ്ധാത്മാവായിട്ട് ലോകത്തിൽ വന്നു. അതായത് ഒരേ സമയം ഇവർ 3 പേരും ദൈവമാണ്, പക്ഷേ ഓരോ സമയവും ഇവർ ഓരോരോ മോഡുകളിലാണ് ലോകത്തിന് വെളിപ്പെട്ടത്, അല്ലെങ്കിൽ മനുഷ്യന് വെളിപ്പെട്ടത്. അതിനെയാണ് മോഡലിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒറ്റ വ്യക്തിയാണ്, പക്ഷെ പല സമയങ്ങളിൽ പല വ്യക്തിത്വങ്ങളായിട്ട് ലോകത്തിന് വെളിപ്പെട്ടു. ഞാനൊരു പിക്ചർ കാണിക്കാം, അതപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാകും. ഇത് കണ്ടില്ലേ? ഇവിടെ ഇങ്ങനൊരു മോഡൽ മാതിരി ദൈവമാണ്, പക്ഷെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു മുഖംമൂടി ഉള്ളതുപോലെ ഓരോ സമയത്തും ആ മുഖംമൂടി മാറ്റി പുതിയ ആൾക്കാരായിട്ട് പ്രത്യക്ഷനാകുക എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാൽ ഇതാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. ഇത് മനസ്സിലാകുന്നുണ്ടോ? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫെമിലിയർ ആണോ? ഇതിലെ മോഡലിസം എന്ന് പറയുന്നത് കണ്ടില്ല, 2ാമത്തെ പടം, ഈ ഗോഡ് എന്ന് എഴുതിയിരിക്കുന്ന മോഡലിസം എന്ന ഈ റെഡ് കളറിൽ കാണുന്ന ഇതിൽ ഗോഡ് എന്ന് പറയുന്നതിൽ ഇത് കണ്ടില്ലേ? ഫാദർ, പിതാവായ ദൈവം. സംടൈംസ്, അതായത് പഴയ നിയമകാലങ്ങളിൽ ദൈവമായിരുന്നു, സംടൈംസ് ഗോഡ്. അതായത് പഴയ നിയമകാലങ്ങളിൽ ചില സമയത്ത് മാത്രം ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇവിടെ സൺ, അതായത് കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരുന്നു, പക്ഷെന്നുണ്ടെങ്കിൽ ചില സമയത്ത് മാത്രമേ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് ദൈവമായിരുന്നു. എന്നാൽ ഈ ദൈവത്തിന്റെ വേറൊരു രൂപമാണ് സണ്ണ് എന്ന് വിശ്വസിക്കുക. അതുപോലെ തന്നെ ഹോളി സ്പിരിറ്റ് ഈ കാലഘട്ടത്തിൽ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, ദൈവമായിട്ട് ലോകത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ദൈവം തന്നെയാണ്,
പക്ഷെ അതിന് വേറൊരു മോഡാണ്, വേറൊരു കാലഘട്ടത്തിൽ. ഈ സമയത്ത് പിതാവും പുത്രനും നമ്മളോട് ഇടപെടുന്നില്ല, ഹോളി സ്പിരിറ്റ് ആണ് നമ്മളോട് ഇടപെടുന്നത് എന്നുള്ള വിശ്വാസം. ഇതിനെയാണ് മോഡലിസം എന്ന് പറയുന്നത്. ഇതേ സംഗതി തന്നെയാണ് ഇന്ന് നമ്മൾ പറയുന്ന വൺനെസ് എന്ന് പറയുന്നത്. അതായത് യേശു നാമക്കാര് ഇന്ന് യേശു ക്രിസ്തുവിന്റെ നാമം, യേശു ക്രിസ്തു ആണ് ദൈവം എന്ന് വിശ്വസിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് ട്രിനിറ്റേറിയൻ വിശ്വാസമാണ് നമ്മുടെ, അതായത് ട്രിനിറ്റി. നമ്മൾ വിശ്വസിക്കുന്ന ഇതാണ്, ഇതിന്റെ സെന്റർ കണ്ടില്ലേ, ഇതാണ് ദൈവം. ഇതിൽ തന്നെ പുത്രൻ ദൈവമാണ്, ദ സൺ ദൈവമാണ്, അതുപോലെ തന്നെ ഹോളി സ്പിരിറ്റ് ദൈവമാണ്, ഫാദർ പിതാവായ ദൈവം ദൈവമാണ്. ഇത് കണ്ടില്ലേ, ദ സൺ ഈസ് ഗോഡ്, ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്, ഫാദർ ഈസ് ഗോഡ്. മനസ്സിലായോ? ഇതെല്ലാം ദൈവമാണ്. എന്നാൽ ദ ഫാദർ ഈസ് നോട്ട് ദ സൺ. ഇത് കണ്ടോ, മേലത്തെ ലൈൻ കണ്ടോ, ഫാദർ ഈസ് നോട്ട് ദ സൺ ഈസ് നോട്ട് ദ ഹോളി സ്പിരിറ്റ്, ദ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ദ ഫാദർ. അപ്പൊ തന്നെ ഫാദർ ഈസ് ഗോഡ്, സൺ ഈസ് ഗോഡ് ആൻഡ് ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. നമ്മുടെ വിശ്വാസത്തിൽ പിതാവും ദൈവമാണ്, പുത്രനും ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണ്. ദൈവങ്ങളല്ല, അവർ മൂന്ന് പേരും കൂടെ ചേരുന്നതാണ് ഏക സത്യ ദൈവം. ആ ദൈവത്തിലെ മൂന്ന് വ്യക്തികളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതാണ് ട്രിനിറ്റേറിയൻ അല്ലെങ്കിൽ ട്രിനിറ്റി എന്ന് പറയുന്ന വിശ്വാസം. ഇതിൽ ഇവർ പറയുന്നത് ദൈവത്തിന്റെ മൂന്ന് രൂപങ്ങളാണ്, ഒരാൾ മാത്രമേ ഉള്ളൂ ദൈവം. ആ ദൈവം പല വേഷങ്ങളിൽ മാറി മാറി ഓരോരോ കാലഘട്ടങ്ങളിൽ ലോകത്തോട് ഇടപെടുകയാണ്. അതിനെയാണ് വൺനെസ് എന്ന് പറയുന്നത്. എന്നാൽ അതല്ല ശരി, ട്രിനിറ്റിയാണ് ശരി. അല്ലെന്നുണ്ടെങ്കിൽ ഈ ട്രിനിറ്റേറിയൻ വിശ്വാസമാണ് ബൈബിൾ അനുശാസിക്കുന്നത് എന്ന് നിസ്തർക്കം നമുക്ക് മനസ്സിലാക്കുവാനും ആ കാര്യം ദൈവസ്നേഹത്തോടെ മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും. ജീസസ് ഒൺലി എന്ന് പറയുന്നത്, ജീസസ് ഒൺലി അല്ലെങ്കിൽ യേശു നാമക്കാര് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം ആ കാലഘട്ടത്തിൽ എഴുതി തള്ളിയതും വളരെ ഈസി ആയിട്ട് റെഫ്യൂട്ട് ചെയ്ത് മാറ്റിയതുമാണ് ഈ മോഡലിസം എന്ന് പറയുന്ന വിശ്വാസം. കാലാകാലങ്ങളോളം 1000 ചില്ലുവാനും വർഷങ്ങളോളം ഇത് പിന്നെ തല പൊങ്ങിയിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ വീണ്ടും അതിന് കളറടിച്ച് അത് വീണ്ടും വൺനെസ് എന്നുള്ള രീതിയിൽ വളരെ വളരെ പ്രബലമായിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി പേര് വിശ്വാസികൾ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ആ വിശ്വാസപ്രകാരം യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. ബൈബിൾ പറഞ്ഞിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ആ പറഞ്ഞിരിക്കുന്നതിനെയൊക്കെ അങ്ങനല്ല വേണ്ടുന്നത്. യേശുവിന്റെ നാമം, യേശു ആണ് ഈ കാലഘട്ടത്തിലെ ദൈവമായിട്ട് ലോകത്തിൽ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശു നാമക്കാർ എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തിരിച്ച് സ്നാനമൊക്കെ എടുക്കുന്ന രീതിയിൽ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സ്നാനത്തിന്റെ ഒന്നും ആവശ്യം ഈ കാലഘട്ടത്തിൽ ഉള്ള വിഷയമല്ല. എന്നിരുന്നാൽ തന്നെ ആ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരെ തെറ്റിച്ചെന്നല്ല, എല്ലാം തെറ്റ് തന്നെ. ഇതിലെല്ലാം വലിയ തെറ്റിനകത്തിലാണ് കുരുങ്ങി കിടക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു വിശ്വാസത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മോഡലിസവും സെബലിനിസവും വൺനെസ്സും എല്ലാം ഒരേ വിശ്വാസം തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട്, ഏക സത്യ ദൈവം ആണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം മൂന്ന് വ്യക്തികൾ ഉള്ള ദൈവമാണെങ്കിലും, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്ന മൂന്ന് തനതായ വ്യക്തികൾ ഉള്ള ദൈവമാണ്. മൂന്നും കൂടെ ചേരുന്ന ദൈവമാണ് തൃത്വം അല്ലെങ്കിൽ ത്രിയേക ദൈവം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത് തിരുവചനത്തിൽ അതിനെ എന്തുമാത്രം നമുക്ക് അതിനെ ഉറപ്പിക്കുവാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. ചില വാക്യങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് പ്രൊജക്ട് ചെയ്തു പോകും. ഞാൻ ആ വാക്യങ്ങൾ കാണിക്കുന്നത്, ഞാൻ കഥ പറഞ്ഞാൽ മാത്രം പോരാല്ലോ, വാക്യങ്ങളിൽ കൂടെ അത് കാണിക്കണമല്ലോ. അതുകൊണ്ടാണ് വാക്യങ്ങളെ എടുത്ത് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചില വാക്യങ്ങൾ കാണിക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം, അതിന്റെ 4-ാം വാക്യം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന് 4-ാം വാക്യം. ഇവിടെ പറയാണ്, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഏക സത്യ ദൈവമാണ് നമുക്കുള്ളത്. ഇസ്രായേലെ കേൾക്ക, അവർക്കാണ് ഈ പഴയ നിയമങ്ങൾ എഴുതിയിരിക്കുന്ന. അതുകൊണ്ട് അവരോട് പറയും, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏക ദൈവം തന്നെ, ഏകൻ തന്നെ, വേറെ ദൈവങ്ങളൊന്നുമില്ല, യഹോവ ഏകൻ തന്നെ എന്ന് പറയുകയാണ്. രണ്ടാമത്തെ വാക്യം യെശയ്യാ പ്രവചനം 44-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. യെശയ്യാവ് 44 അതിന്റെ 6-ാം വാക്യം. അവിടെ പറയുകയാണ്, ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല. ദൈവം ഏകനാണ്. ഇവിടെ പല ദൈവങ്ങളില്ല. നമ്മുടെ വിശ്വാസത്തിൽ ട്രിനിറ്റേറിയൻ അല്ലെങ്കിൽ ട്രിനിറ്റി, ത്രിയേകത്വം, ഗോഡ് ഹെഡ്, അതിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേരുന്നതാണ് ഒരു ദൈവം. അല്ലെന്നുണ്ടെങ്കിൽ
അവർ 3 പേരും കൂടെ ചേരുന്നതാണ് ഏക സത്യദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാതെ 3 ദൈവങ്ങളെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഒരേ ഒരു ദൈവമാണ് നമ്മുടേത്. അത് ഈ നമുക്ക് ഒരു മനുഷ്യനെ ഒരാളായിട്ട് നമുക്ക് അറിയത്തുള്ളൂ. ഇതൊരു മിസ്റ്ററിയാണ്. അതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന്റെ ആ 3 പേരും പരിശുദ്ധാത്മാവും പിതാവും പുത്രനും കൂടെ ചേരുന്ന ആ ഒരു തൃത്വം, ആ ഒരു ഏകത്വമാണ് ദൈവം, അല്ലെന്നുണ്ടെങ്കിൽ നാം വിശ്വസിക്കുന്ന ത്രിയേക ദൈവം. ഇവിടെ പറയുന്നുള്ള ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല. നമ്മൾ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. യെശയ്യാവിന്റെ 45-ാമത്തെ അധ്യായം അതിന്റെ 5-ാം വാക്യം, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. ഞാൻ അല്ലാതെ ഒരു ദൈവവുമില്ല. എത്ര അസന്നിഗ്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നോക്കി. ഒന്ന് തിമത്തിയോസ് അതിന്റെ 2-ാം അധ്യായം 5-ാം വാക്യം, 1 തിമത്തി അതിന്റെ 2-ാം അധ്യായം 5-ാം വാക്യം, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ തന്നെ. ഇതിൽ രണ്ടെന്നൊരു തർക്കമുള്ള വിഷയമല്ല. ഇവിടെ 3 ദൈവങ്ങളെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഏക സത്യ ദൈവമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന് 4-ാം വാക്യം, അവിടെ പറയാ ദൈവം ഒരുവനല്ലോ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന് 4-ാം വാക്യം, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിൽ നിന്ന് ഒത്തിരി റെഫറൻസ് ഇതുപോലെ കാണിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ഒത്തിരി റെഫറൻസ് അറിയുകയും ചെയ്യാം. ഞാൻ അതുകൊണ്ട് അധികം സമയം അതിൽ നിൽക്കുന്നില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഏക സത്യ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേരുന്ന ഏക ദൈവം, ആ ദൈവമാണ് നാം വിശ്വസിക്കുന്നത്. അല്ലാതെ ദൈവം പിതാവായിട്ട് ഒരു സമയത്തുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് വേറൊരു കാലഘട്ടം ആരംഭിച്ചപ്പോൾ അവിടെ പുത്രനായി ദൈവം, അങ്ങനെ ദൈവം പുത്രനായിട്ട് വെളിപ്പെട്ടു. അതും കഴിഞ്ഞ് പുത്രൻ ഇവിടുന്ന് പോയതിനു ശേഷം പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് വെളിപ്പെടുത്തി ലോകത്ത്. അതായത് ആൾമാറാട്ടം മാതിരി, മുഖം മൂടി മാറി മാറി വെക്കുന്ന മാതിരി, ഓരോ കാലഘട്ടത്തിലും ഓരോരോ ദൈവങ്ങളായിട്ട് ദൈവം അവതരിക്കുന്ന മാതിരി. അങ്ങനെയല്ല, ഏക ദൈവമാണ്, ഒരേ ഒരു ദൈവമാണ്. മൂന്നാമത്തെ പോയിന്റ് ഞാൻ മനസ്സിലാക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്, there is one God eternally exists in 3 different persons. അതായത് ദൈവം 3 വ്യക്തികളായിട്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ഏക സത്യദൈവമായിട്ട് ലോകത്തിന് വെളിപ്പെട്ടു എന്ന് കാണിക്കുവാനായിട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ട്രിനിറ്റി എന്നൊരു വേർഡ് ബൈബിളിൽ ഉണ്ടോ? ബൈബിളിൽ പറയുന്നില്ലല്ലോ, പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ട്രിനിറ്റി എന്നൊരു ഐഡിയ കിട്ടിയത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനൊരു വാക്ക് ബൈബിളിൽ പറയുന്നില്ല. ട്രിനിറ്റി എന്നൊരു വാക്ക് ബൈബിളിൽ പറയുന്നില്ല. എങ്കിലും ആ ഉപദേശമാണ് ബൈബിൾ മുഴുവനും നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വാക്ക് പറയുന്നില്ലെങ്കിലും ആ ടീച്ചിങ് ബൈബിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഉപദേശമായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് കഴിയും. റാപ്ചർ എന്ന് പറയുന്ന ഒരു വാക്ക് ബൈബിളിൽ ഇല്ല. അതിന്റെ അർത്ഥം റാപ്ചർ ഇല്ലെന്നല്ല. വളരെ വ്യക്തമായിട്ട് പൊളൈൻ എപ്പിസ്റ്റൽസിൽ 50 ഇടത്ത് കൂടുതലായിട്ട് ആ റാപ്ചറിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുക. 1-2 വാക്യമല്ല, 50 വാക്യത്തിൽ കൂടുതൽ പൊളൈൻ എപ്പിസ്റ്റൽസിൽ കൂടി ആ റാപ്ചർ എന്താണെന്ന് നമ്മളോട് പഠിപ്പിച്ചിരിക്കുക. അതിന്റെ അർത്ഥം റാപ്ചർ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ റാപ്ചർ ഇല്ല എന്നല്ല. അതേപോലെ തന്നെ ട്രിനിറ്റി എന്നൊരു വാക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ആ പഠനം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തുത വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 5:7. യോഹന്നാന്റെ സുവിശേഷമല്ല, 1 യോഹന്നാൻ 5:7. അവിടെ പറയാണ്, ആത്മാവും സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. ഇവിടെ മലയാളത്തിലെ അതിന്റെ ട്രാൻസ്ലേഷൻ അത്ര ഒരു നല്ല രീതിയിലല്ല എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കും. കാര്യം മലയാളത്തിൽ ഒത്തിരി ഇതുപോലുള്ള ഏടാകൂടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇംഗ്ലീഷ് കണ്ടില്ലേ, കിങ് ജെയിംസ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത്, For there are 3 that bear record in heaven, the Father, the Word and the Holy Ghost, and these 3 are one. ഇതിന്റെ അപ്പുറത്ത് എന്ത് ക്ലാരിറ്റിയാണ് ഈ വിഷയത്തിൽ വേണ്ടുന്നത്? ഇംഗ്ലീഷിൽ അത്ര ക്ലിയറാ. For there are 3 that bear record in heaven, the Father, the Word and the Holy Ghost, and these 3 are one. ഇതിനെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ? ആത്മാവും സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ.
ഈ പരിഭാഷയിൽ ഒത്തിരി ഞാൻ ഇങ്ങനെ കുറെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തുമാത്രം വ്യത്യാസമാണ് മലയാളം ബൈബിളിൽ വരുത്തിയിരിക്കുന്നത് എന്നുള്ളത്. കാര്യം എന്താ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകാത്ത രീതിയിൽ. എനിവേ, ഞാൻ അതിൽ നിൽക്കുന്നില്ല. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ നിങ്ങളെ കാണിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. അവിടെ പറയാണ്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഞാൻ എന്റെ സാദൃശ്യപ്രകാരം എന്റെ രൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി എന്നല്ല പറയുന്നത്, ഒരാളല്ല. മനസ്സിലായോ? അവിടെ ഒരു ബഹുവചനമാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ടാണ്, വ്യക്തിത്വങ്ങൾ ഉള്ളതുകൊണ്ടാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ. അവർ തന്നെ 3 വ്യക്തികളായിരിക്കുമ്പോൾ തന്നെ അതുകൊണ്ടാണ് പറയുന്നത് നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം. അത് നാം എന്നൊക്കെ പറയുന്നത് മലയാളത്തില് നമ്മൾ റെസ്പെക്ട് ആയിട്ട് രാജാക്കന്മാരെയൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. നാം പോകുന്നു, നാം വരുന്നു എന്നൊക്കെ എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു വാക്കാണ്. അങ്ങനല്ല, ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടില്ല? ആൻഡ് ഗോഡ് സെഡ് ലെറ്റ് us മേക്ക് man in our image after our likeness. മനസ്സിലായോ? ലെറ്റ് us എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരാളുടെ കാര്യമല്ല പറയുന്നത്. നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. അതായത് അന്ന് മുതലേ ഗോഡ് ഹെഡ് എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ആ ത്രിയേകത്വമാണ്. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ബഹുവചനമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ഞാൻ ചില മെയിൻ വാക്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒത്തിരി റെഫറൻസ് കാണിക്കാനുണ്ട്. ചില വാക്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നാനം ജോർദാൻ നദിയിൽ നടക്കുക. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് കണ്ടോ? ഇവിടെ തന്നെ പുത്രൻ വെള്ളത്തിൽ മുങ്ങുകയാണ്, സ്നാനമേൽക്കുകയാണ്. തൊട്ടുമേലെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നിരിക്കുക. അവരെ രണ്ടുപേരെ അവിടെ കാണുന്ന കണ്ടില്ലേ? മൂന്നാമത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അത് പിതാവായ ദൈവമാണ്. ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ സന്ധിക്കുക. ഇവരെ 3 പേരും ഒരേ സമയത്ത് ഒരു മോഡിൽ മാത്രം വരികയല്ല. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പുത്രനായിട്ട് വന്നു, അതിനുശേഷം പരിശുദ്ധാത്മാവായിട്ട് വന്നു, അങ്ങനല്ല ഇവിടെ. ഇതേ സമയത്ത് തന്നെ പുത്രനായ ക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനമേൽക്കുകയും അത് കർത്താവിന്റെ മേലെ പരിശുദ്ധാത്മാവാൻ ദൈവം പ്രാവുന്ന പോലെ ഇറങ്ങി വരികയും സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവത്തിന്റെ അശരീരി ഉണ്ടാവുകയും ചെയ്യുക. ഒരേ സമയത്ത് തന്നെയാണ് ഇവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുക. ദേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. 3 പേരും ഒരുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത് ഒരാളല്ല എന്നുള്ളത് വളരെ വ്യക്തമായ തെളിവാണ്. 3 പേരുടെ സാന്നിധ്യം നമ്മളവിടെ കാണുക. ഒരു വാക്യം കൂടെ കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11:41. അവിടെ പറയാണ്, അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി, പിതാവേ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുക, പറയുക, പിതാവേ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഒരാളെ ഉള്ളെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരാളോട് ഇത് പറയേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. യോഹന്നാൻ 14:26. നിറയെ വാക്യങ്ങൾ കാണിക്കുവാൻ കഴിയും. ഇത്രയും എവിഡൻസ് ഇരുന്നിട്ടും ഇതിനെ തെറ്റായിട്ട് പഠിപ്പിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകാത്തത്. 14:26. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ പരിശുദ്ധാത്മാവിനെ അയക്കുന്ന കാര്യം പറയുക. പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയക്കും. ഞാൻ പോയതിനു ശേഷം 16:7 അടുത്ത വാക്യം കണ്ടില്ലയോ? അവിടെ പറയുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇഫ് ഐ ഗോ ഹി വിൽ കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരാളുടെ കാര്യമല്ല ഈ പറയുന്നത്. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ പിതാവ് എന്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഇതെല്ലാം മൾട്ടി പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സൺസിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒന്നും ഓരോരോ കാലത്ത് ഓരോരോ ഫോമിൽ ദൈവം വെളിപ്പെടുകയായിരുന്നില്ല. പല വാക്യങ്ങൾ കാണിക്കാനുണ്ട്. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. 1-2 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് പ്രൊജക്ട് ചെയ്ത് വായിച്ചു വിടാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ആര്? ദൈവം, പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പുത്രനായ ക്രിസ്തു ഇരുന്നു എന്നാ പറയുന്നത്. ഇത് ഒരാളായിരുന്നുണ്ടെങ്കിൽ ഒരിടത്ത് ഇരുന്നാൽ മതി. വലത്തും ഇടത്തും ഒന്നും വേറെ ആൾക്കാർ ഇരിക്കേണ്ട ആവശ്യമില്ല.
നിറയെ വാക്യങ്ങളും നിറയെ എക്സാമ്പിളുകളും ഈ വിഷയത്തിൽ. ദൈവം 3 പേഴ്സണാലിറ്റിയാണ്. നമ്മുടെ ജീവനുള്ള ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന 3 വ്യക്തിത്വങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ആദാമിൽ, കൊരിന്ത്യർ ലേഖനത്തിൽ പറയാം, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. അടുത്തത്, പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ആര്? പുത്രനായ ക്രിസ്തു പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവർ മൂന്ന് വ്യക്തിത്വങ്ങളും 3 തനതായ പ്രവർത്തന ശൈലിയും പ്രവർത്തനങ്ങളും ഉത്തരവാദിത്വങ്ങളുമാണ് അവർ വ്യാപൃതരായിരിക്കുന്നത്. 25-ാമത്തെ വാക്യം, അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നതെന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. പിതാവായ ദൈവത്തിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കീഴടങ്ങിയിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിറയെ റെഫറൻസുകൾ പറയുവാൻ കഴിയും. ഇവിടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നത് 3 വ്യക്തികളാണ്. പിതാവ് ദൈവമായിരിക്കുന്ന പോലെ തന്നെ പുത്രൻ ദൈവമാണ്. പുത്രൻ ദൈവമായിരിക്കുന്ന പോലെ തന്നെ പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമായിരിക്കുന്ന പോലെ തന്നെ പിതാവായ ദൈവമാണ്. ഇവർ 3 ദൈവങ്ങളല്ല, ദൈവമാണ്. ഏക സത്യ ദൈവമാണ്. ഏക സത്യ ദൈവമേ നമുക്കുള്ളൂ. ലാസ്റ്റിലത്തെ പോയിന്റോട് പറഞ്ഞാൽ നിർത്താം. യേശു ക്രിസ്തു ലോകത്തിൽ അവതരിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു. ഈ വണ്ണസുകാർ പറയുന്നത് യേശു ക്രിസ്തു ലോകത്തിൽ അവതരിക്കുന്ന സമയത്താണ് കർത്താവ് ഇൻകാർണേറ്റ് ചെയ്തത് മൂലമാണ് കർത്താവിന്റെ ആ ഒരു രൂപത്തിൽ ലോകത്തിൽ വരുവാൻ ഇടയായത്. എന്നാൽ അതിനു മുൻപുണ്ടായിരുന്നത് പിതാവായ ദൈവമാണെന്ന് നിറയെ എക്സാമ്പിളുകൾ ഞാൻ കാണിക്കാം. ക്രൈസ്റ്റ് എക്സിസ്റ്റഡ് പ്രയർ ടു ഹിസ് ഇൻകാർണേഷൻ. ഈ ലോകത്തിൽ അവതരിക്കുന്നതിന് മുമ്പേ കർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ പല ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം. ഇത് കണ്ടില്ലേ, ദാനിയേലിന്റെ പുസ്തകം, ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. അവിടെ പറയാണ്, അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. ചന്ദ്രക് മേശക് അബേദ്നെഗോവിനെ 4ാമതൊരാൾ തീയിൽ കൂടി നടക്കിയ അതാരാണെന്നാണ്. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത് ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനല്ല ഇംഗ്ലീഷിലേത്. നോക്കിയേ, he answered and said, lo, I see 4 men loose walking in the midst of the fire, and they have no hurt, and the form of the 4th is like the Son of God. ദൈവത്തിന്റെ പുത്രനെ പോലെ ആയിരിക്കുന്നു. ഒരു ദൈവപുത്രനെ പോലെ എന്നല്ല, ദൈവത്തിന്റെ പുത്രൻ. അതാരാ? യേശു ക്രിസ്തു. ഇതെന്ന സമയം, അന്ന് കർത്താവ് ലോകത്തിൽ അവതരിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൺ ഓഫ് ഗോഡ് കർത്താവിനെ അവിടെ കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് പുത്രനായ ക്രിസ്തുവാണ് അവരുടെ കൂടെ 4ാമനായിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, കർത്താവ് തന്നെ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58-ാം വാക്യം. അത് കർത്താവ് യഹൂദന്മാരോട് പറയുക. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട്. മനസ്സിലായോ? ഉണ്ട് എന്ന് പറഞ്ഞു. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. യേശു ക്രിസ്തു ലോകത്തിൽ അവതരിക്കുന്നതിന് മുമ്പേ ദൈവമാ. അവൻ ട്രിനിറ്റി, അവൻ ഗോഡ് ഹെഡിന്റെ ഭാഗമാ. ലോകത്തിൽ അവതരിച്ചതിന് ശേഷം ഉണ്ടായ ഒരാളല്ല യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. ഒരു വാക്യം കൂടെ വായിച്ച് നിർത്തുക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ വചനം എന്ന് പറയുന്നത് കർത്താവിനെയാണ്. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്, ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ്, ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് ദൈവം ട്രിനിറ്റിയുടെ ഭാഗം എത്രയും ഉറപ്പിക്കുന്ന വാക്യങ്ങളായി കാണിക്കുന്നത് മുഴുവൻ. ദൈവം, അവൻ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെയാണ്. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വൺ ഗോഡ് എറ്റേണലി എക്സിസ്റ്റ് ഇൻ 3 persons. 3 വ്യക്തികളായിട്ട് ദൈവം വെളിപ്പെട്ടിരുന്നു. ഒരേ ഒരു വാക്യം കൂടെ കാണിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന് 16-ാം വാക്യം. അവിടെ പറയുക, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ? ഈ സൃഷ്ടി യേശു ക്രിസ്തു ലോകത്തിൽ അവതരിച്ചതിന് ശേഷമല്ല, ഉലക സ്ഥാപനത്തിന് മുമ്പിലെ സ്വർഗീയ പ്ലാൻ. യേശു ക്രിസ്തു മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സൃഷ്ടികൾ മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മുഴുവനും അവനായിട്ടും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. ഈ 1-ാമത്തെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം മുഴുവൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം.
വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെ പറഞ്ഞിരിക്കുക. 20-ാം വാക്യത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ അവനിൽ സകല സമ്പൂർണതയും, കണ്ടില്ലേ, അവനിൽ സർവ്വ സമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. വളരെ വളരെ എന്താ പറയുന്നത്, സുനിശ്ചിതമായിട്ടുള്ള, ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷയത്തെ പ്രോപ്പറായിട്ട് റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് നമ്മുടെ വിളി എന്താണ്, തിരഞ്ഞെടുപ്പ് എന്താണ്, പുത്രൻ എന്താണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടും വാസ്തവമായിട്ട് ഗാഡ് ഹെഡ് ട്രിനിറ്റി എന്താണെന്ന് അറിയാത്തതിൽ നിന്നും വന്നിരിക്കുന്ന ഒരു വലിയ തെറ്റായ പഠിപ്പീരാണ് ഈ വണ്ണസിന്റെ ഉപദേശം, അല്ലെന്നുണ്ടെങ്കിൽ യേശുനാമക്കാര് എന്ന് പറയുന്ന ഉപദേശം. എന്നെ പലരും ഈ വിഷയത്തിൽ എന്നോട് സംസാരിക്കണമെന്നും ഇതിനെ ഡിബേറ്റ് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു ഡിബേറ്റിനും തയ്യാറായിട്ടില്ല, ഒരു ഡിബേറ്റിനും പോകാൻ താല്പര്യവുമില്ല. ദൈവവചനത്തിൽ ഇത്ര വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യം മനസ്സിലാകാത്തവരോട് ഡിബേറ്റ് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ലാത്ത കാരണം ഞാൻ ഒരു ഡിബേറ്റിനും പോയിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സത്യങ്ങൾ നിങ്ങളെ കാണിക്കുവാനായിട്ടാണ് ഈ സമയം വേർതിരിച്ചത്. ഇതൊരു മിസ്റ്ററിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ഒരു തലയും രണ്ട് കൈയും രണ്ട് കാലും ഒക്കെ ഉള്ള ഒരാളെയാണ് നമുക്ക് അറിയാവുന്ന ഒരു മനുഷ്യനായിട്ട്. എന്നാൽ 3 വ്യക്തിത്വങ്ങളാണ് ത്രിയേക ദൈവമായ നമ്മുടെ പരിശുദ്ധനായ ദൈവം 3 വ്യക്തികളിലായിട്ടാണ് അടങ്ങിയിരിക്കുന്നത്. ഏകത്വത്തിലാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ആ 3 വ്യക്തിത്വത്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമ്മളെ തിരുവചനം അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വണ്ണസിന്റെ ഉപദേശം പറയുന്നവർക്കോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് തിരുവചനം പഠിച്ച് മനസ്സിലാക്കുവാനും ഈ ത്രിയേക വിശ്വാസത്തിലേക്ക് വരുവാനും ഉള്ള ആഹ്വാനമാണ് അവർക്ക് കൊടുക്കുന്നത്. മോഡലിസം അല്ലെന്നുണ്ടെങ്കിൽ സെബലിനിസം എന്ന് പറയുന്ന അതേ ഉപദേശത്തെ തന്നെ നമുക്ക് എൻസൈക്ലോപീഡിയ ആയാലും വിക്കിപീഡിയ ആയാലും ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതേ സംഗതി തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെ എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് അതിൽ എഴുതിയിരിക്കുന്നതും അതിനെ റെഫ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നും മനസ്സിലാക്കി മനം തിരിഞ്ഞ് ക്രിസ്ത്യാനിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ട്രിനിറ്റി എന്ന ആ ഒരു വിശ്വാസത്തിലേക്ക് വരുവാൻ പ്രബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.